Good morning, everyone. Okay, so we all know what we're going to talk about. But before I start giving you all the benefits of using a menstrual cup, do we really need it? And right from childhood, we've all been accustomed to using the menstrual pad. Whether it is our cousins, our parents, moms, puberty period start first menstrual pads. That is what we are all used to, right? അപ്പോൾ നമ്മൾ വളരെ ശീലിച്ചിരിക്കുന്ന ഒരു കാര്യം ഇത്രയും ബുദ്ധിമുട്ടി ഇനി പുതിയൊരു സാധനം പഠിച്ചെടുത്ത് റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് ശരിക്കും അത് വേണോ എന്നാണ് നമ്മുടെ മനസ്സിലുള്ള ചോദ്യം. ആൻഡ് പൊതുവേ നമ്മളൊക്കെ ശീലിച്ചിരിക്കുന്നത് നോ മാറ്റർ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം അല്ലേ. റൈറ്റ് ഫ്രം ചൈൽഡ്ഹുഡ് നമ്മൾ ഓരോരുത്തരും when we come back to our moms and we say അമ്മ ചൊറിച്ചിലമ്മ അല്ലെങ്കിൽ ഭയങ്കര ഇറിറ്റേഷൻ അമ്മ, ലീക്ക് ആവുന്നു അമ്മ, വേദനിക്കുന്നു. വാട്ട് ഡു അവർ മോംസ് ജനറലി ടെൽ us? എൻ്റെ കുട്ടിക്ക് മാത്രമല്ല അത്, ലോകത്തെ എല്ലാവർക്കും ഉള്ളൊരു കാര്യം തന്നെയാണ്. അതങ്ങ് യൂസ്ഡ് ആവും, ശീലമായിക്കോളും. യു വിൽ ലേൺ, യു വിൽ ഓവർകം ദിസ്, നോ പ്രോബ്ലം എന്നല്ലേ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുന്നത്. അല്ലാണ്ട് ഇതിന് ഓക്കെ വാട്ട് ഈസ് അനദർ സൊല്യൂഷൻ ഫോർ ദിസ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഫോർ ദിസ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വി നോട്ട് റിയലി ബോതേർഡ് മച്ച് അബൌട്ട് ഇറ്റ്. കറക്റ്റ്? ഓക്കെ, സോ ഫസ്റ്റ് ലെറ്റ്സ് ജസ്റ്റ് സീ menstrual pads, something that is so easy to use, isn't it? Menstrual pads use ചെയ്യുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടാണ് ആക്ച്വലി നമുക്കുള്ളത്? ഇത് ഒരു ഡൈഡാക്റ്റിക് ലെക്ചർ അല്ല കേട്ടോ. ഞാനിവിടെ ക്ലാസ് എടുക്കും, നിങ്ങൾ നോട്ട്സ് എഴുതി എടുക്കണോ, അങ്ങനെ ഒരു പരിപാടിയേ അല്ല. ദിസ് ഇസ് ഗോയിങ് ടു ബി എ വെരി ഇൻട്രാക്റ്റീവ് സെഷൻ. അപ്പോൾ ഐ വോണ്ട് ഓൾ ദ ഫീഡ്ബാക്ക് പോസിബിൾ ഫ്രം യു. ഓക്കെ, സോ നിങ്ങൾ എന്നെ പറയും, നിങ്ങൾ സാധാരണ മെൻസ്ട്രൽ പാഡ്സ് യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടാണ് ശരിക്കും നിങ്ങൾ ഫേസ് ചെയ്യണം? എന്തൊക്കെയാണ് ഡേ ടു ഡേ? ഡിസ്പോസൽ, യെസ്, ദാറ്റ് ഇസ് എ ഹ്യൂജ് ഇഷ്യൂ അല്ലേ. വീടുകളിലാണെങ്കിൽ ഓക്കെ, അറ്റ്ലീസ്റ്റ് യു ഹാവ് എ ബിൻ. ഇഫ് യു ആർ ട്രാവലിംഗ് ഇറ്റ്സ് ഈവൻ മോർ ടഫ്. യു ഡോണ്ട് നോ വേർ യു സപ്പോസ് ടു ത്രോ ഇറ്റ്, റൈറ്റ്? ഐ ഹാവ് ഫ്രണ്ട്സ് ഹു ക്യാരി ഇറ്റ് വിത്ത് ദം വെൻ ദേ ട്രാവൽ, സോ ദാറ്റ് അവരുടെ ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോൾ അവിടെ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് ഡിസ്പോസ് ചെയ്യാം അല്ലേ. പിന്നെ ചില തറവാടുകളുണ്ട്, അമ്മൂമ്മമാരൊക്കെ ഉള്ള തറവാടുകൾ, അവർ വെറുതെ കത്തിച്ച് കളയാൻ പോലും സമ്മതിക്കില്ല. എൻ്റെയൊക്കെ അമ്മൂമ്മ എങ്ങനെയായിരുന്നു കേട്ടോ. ആദ്യം അതിൻ്റെ ഗോസ് മാറ്റി കളയാൻ പറയും, അതിൻ്റെ ഉള്ളിൽ കോട്ടൺ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് കളയാൻ പറയും, പിന്നെ ഗോസ് വേറെ കത്തിച്ച് കളയാൻ പറയും, ഇത് വേറെ കത്തിക്കാനും. അങ്ങനെയുള്ള ഗ്രാൻഡ് മദേഴ്സും ഉണ്ട് ഇപ്പോഴും ഇല്ലേ. സോ ദർ ആർ സോ മെനി ഡിഫിക്കൽട്ടീസ് യു ഫേസ് വെൻ യു നോ ദാറ്റ് യു ഹാവ് ടു ത്രോ ദിസ് ഓഫ്. പക്ഷെ ഇത് എങ്ങനെ കളയണം എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ആൻഡ് ഫ്ലാറ്റുകൾ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഓക്കെ, അറ്റ്ലീസ്റ്റ് യു നോ യു ഡംപ് ഇറ്റ് സംവെയർ, സംബഡി വിൽ പിക്ക് ഇറ്റ് അപ്പ് ആൻഡ് ഗോ. പക്ഷെ അവർ പോയി ഇത് കളയണം എവിടെയാണ്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? നമ്മുടെ ഇപ്പോൾ കുടുംബശ്രീ അല്ലെങ്കിൽ കോർപ്പറേഷനിലൊക്കെ ദർ ആർ പീപ്പിൾ ഹു കം ആൻഡ് കളക്ട് യുവർ ട്രാഷ്, ബട്ട് വാട്ട് ഡു ദേ ഡു വിത്ത് ഇറ്റ്? അവരൊന്നും ചെയ്യണില്ല. ദേ വിൽ ഗോ ഡംപ് ഇറ്റ് ഇൻ സം അതർ പ്ലേസ്. ഒരു പോയിന്റ് എന്ന് പോയിന്റ് ബിയിലേക്ക് ഇടുന്നു എന്നേ ഉള്ളൂ. ആ പോയിന്റ് ബിയിൽ താമസിക്കുന്ന ആൾക്കാർക്കാണെങ്കിലോ ദേ വിൽ ഹാവ് ക്ലോഗ് ഡ്രെയിൻസ്, ദേ വിൽ ഹാവ് ലാൻഡ് ഫിൽസ്. പിന്നെ അതിൽ നിന്നുണ്ടാവുന്ന ദുർഗന്ധവും ഇൻഫെക്ഷൻസും അതിൻ്റെ പ്രോബ്ലംസൊക്കെ അവരനുഭവിക്കും അല്ലേ. റൈറ്റ്, സോ ഡിസ്പോസൽ. പിന്നെ any other problems that we face? ലീക്കേജിന്റെ ടെൻഷൻ അല്ലേ. നമുക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ളൊരു കാര്യമാണ്. ഈ ദിവസങ്ങളിൽ എവിടെയെങ്കിലും പോയി സമാധാനമായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുമോ? ഇരുന്ന് കഴിഞ്ഞാൽ എഴുന്നേൽക്കുമ്പോൾ ഫസ്റ്റ് തിങ് വി ലുക്ക് ഇസ് വിൽ ചെക്ക് ബാക്ക് അല്ലേ. ഇസ് ദർ എനി സ്റ്റെയിൻ ഓൺ ദ സീറ്റ്? ഇസ് ദർ എനി സ്റ്റെയിൻ ഓൺ ദ ഡ്രസ്? കോളേജിലും ഓഫീസിലും നമ്മൾ ഫ്രണ്ട്സിലും ഒന്ന് നോക്കാമോ? ഒന്നുമില്ലല്ലോ, പാടൊന്നുമില്ലല്ലോ. ഇതൊക്കെയല്ലേ നമ്മൾ ആദ്യം ചോദിക്കുക. So it's like as a pack, we all know when each person amongst us has our period, correct? Because we need that extra support. എന്തെങ്കിലും സ്റ്റെയിൻ വന്നിട്ടുണ്ടോ ഇല്ലയോ അല്ലേ. That's like constant thing in the back of my mind, right? We're so conscious the way we sit, the way we walk. നമ്മൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോഴൊക്കെ ഇതാണ് നമ്മുടെ മനസ്സിൽ മുന്നേറി നിൽക്കുന്നത് അല്ലേ. ഓക്കെ, പിന്നെ നോട്ട് എക്കണോമിക്കൽ, യെസ്, എവ്രി മന്ത് ഇതിനു വേണ്ടി നമ്മളൊരു തുക മാറ്റി വെക്കണം അല്ലേ. എവ്രി മന്ത് യു ഹാവ് ടു സ്പെൻഡ് മണി ഓൺ ബൈയിങ് അതായത് 15 പാഡിന്റെ പാക്ക് അല്ലെങ്കിൽ 30 പാഡ്സിന്റെ ഒരു പാക്ക്. ഇതില്ലാണ്ട് എന്തായാലും ഒരു രക്ഷയില്ല, റൈറ്റ്? ദെൻ ഇറിറ്റേഷൻ അല്ലേ. ചിലർക്കൊക്കെ ഒരു ഡേ 4, ഡേ 5 ഒക്കെ ആകുമ്പോഴേക്കും ബിറ്റ്വീൻ ദ തൈസ് പൊട്ടിത്തുടങ്ങും. യു വിൽ സ്റ്റാർട്ട് ഫീലിംഗ് ഭയങ്കര ഇച്ചിങ് സെൻസേഷൻ ആയിരിക്കും അല്ലേ. സ്കിന്നൊക്കെ ചാഫായിട്ട് ഇറ്റ് ബി വെരി സെൻസിറ്റീവ്. ആ സെൻസിറ്റീവ് ആയ സ്കിന്നിൽ ഇതേ സെയിം സാനിറ്ററി പാഡിന്റെ ഗോസ് വീണ്ടും ഒരയുമ്പോൾ പിന്നെയും നമുക്ക് ഇറിറ്റേഷനും ഇച്ചിങ്ങും വേദനയും ഉണ്ടാവും
right? And എങ്ങനെയെങ്കിലും we just want to reach that day 7 or day 6 when we are at the end of the cycle. എങ്ങനെയെങ്കിലും ഇതൊന്ന് ഊരിക്കളയുക, അല്ലെങ്കിൽ ഇതൊന്ന് വേണ്ടാന്ന് വെക്കാൻ പറ്റുക, അല്ലേ? അപ്പൊ ആ സ്കിൻ ഇറിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു മേജർ പ്രോബ്ലം ആണ് ഫോർ മോസ്റ്റ് വിമൻ. എല്ലാവരും പുറത്ത് പറഞ്ഞില്ല എന്ന് വരും, പക്ഷെ അത് നമ്മളങ്ങ് സ്വയം അഡ്ജസ്റ്റ് ചെയ്ത് ശീലിച്ചു പോയൊരു കാര്യമാണത്. ഓക്കെ, പിന്നെ വേറെന്താണ് ബുദ്ധിമുട്ട്? absolutely right. ഒരു സാനിറ്ററി നാപ്കിൻ എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് കെമിക്കൽസ് ഉണ്ട്. ഒന്ന്, കെമിക്കൽസ് ആർ ഇൻട്രൊഡ്യൂസ് സോ ദാറ്റ് ദേ വിൽ അബ്സോർബ് ദ ബ്ലഡ് ആൻഡ് നോട്ട് സ്റ്റെയിൻ ദ പാൻറ്റീസ്. അതിനുവേണ്ടി കെമിക്കൽസ് യൂസ് ചെയ്യും. പിന്നെ മണം, സം ഓഫ് ദീസ് പാഡ്സ് ആർ ഫ്രേഗ്രൻറ്റ്, അല്ലേ? ആ ഫ്രേഗ്രൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അഡീഷണൽ കെമിക്കൽസ് യൂസ് ചെയ്യും. അതിൻ്റെ അദസിവ്, ഇത് ഒട്ടിയിരിക്കണ്ടേ കറക്റ്റായിട്ട്, അതിന് വേറൊരു കെമിക്കൽ യൂസ് ചെയ്യും. സോ യു ആർ ലിറ്ററലി സിറ്റിംഗ് ഓൺ എ കോക്ടെയിൽ ബിറ്റ്വീൻ യുവർ തൈസ്, റൈറ്റ്? അതുകൊണ്ടൊക്കെയാണ് കൂടുതലും ഇങ്ങനെ ഇറിറ്റേഷൻ ഉണ്ടാവാനുള്ള കാര്യം. പിന്നെ ട്രാവൽ ചെയ്യുമ്പോൾ ക്യാരി ചെയ്യുക. യെസ്, യു ഷുഡ് ഓൾവേസ് ഹാവ് എ ബാക്കപ്പ് വിത്ത് യു, റൈറ്റ്? ഓക്കെ, ദെൻ റെസ്ട്രിക്ഷൻസ് ഫ്രം ഡൂയിങ് വേരിയസ് ഫിസിക്കൽ ആക്ടിവിറ്റീസ്. ഇപ്പോൾ സ്വിമ്മിങ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് സ്വിമ്മിങ് ചെയ്യാൻ പറ്റുമോ പാഡും വെച്ച്? ഡെഫിനറ്റ്ലി നോട്ട്. അല്ലെങ്കിൽ ഇപ്പോൾ സ്പോർട്സിൽ താല്പര്യം, അല്ലെങ്കിൽ വളരെ ഫിസിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും ഡ്യൂറിങ് കോളേജ്, സ്കൂൾ ആൻഡ് ഓൾ. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഫോർ ദം, റൈറ്റ്? ദേ കാൺ പാർട്ടേക്ക് ഇൻ ഇവന്റ്സ്, ദേ കാൺ ഈവൻ തിങ്ക് ഓഫ് ഹാവിങ് എ ഡാൻസ് പ്രോഗ്രാം, isn't it? ഇതിനൊക്കെ they will have restrictions. ഡേറ്റ് ഒക്കെ നോക്കിയിട്ടൊക്കെ ആയിരിക്കും ചിലർ അരങ്ങേറ്റവും പ്രോഗ്രാം ഒക്കെ തന്നെ തീരുമാനിക്കുന്നത്, അല്ലേ? ഓക്കെ, ദെൻ ഏറ്റവും വെരി ഇൻകം. നമ്മൾ എങ്ങനെയൊക്കെ വെട്ടിയിട്ട വാഴ പോലെ കിടക്കാൻ ശ്രമിച്ചാലും there is absolutely no way we can sleep like that. And നമ്മൾ സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുമോ? ഇല്ല. ഏതൊക്കെ പൊസിഷനിലൊക്കെ ഉറങ്ങിയാലും പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ മിക്ക സ്ത്രീകൾക്കും ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാണ് ബെഡ്ഷീറ്റ്സ് വിൽ ബി സ്റ്റെയിൻഡ്, അല്ലേ? പിന്നെ രാവിലെ ജോലിക്ക് പോകാനുള്ള തിരക്കും അല്ലെങ്കിൽ കോളേജിൽ പോകാനുള്ള തിരക്ക്, അതിൻ്റെ ഇടയിൽ ബെഡ്ഷീറ്റ് എങ്ങനെയെങ്കിലും സോപ്പിൽ മുക്കി വെക്കുക, പുറത്ത് പോയി തോരയിടുക, ഇതൊക്കെയാണ് നമ്മുടെ ആ സമയത്തുള്ള മേജർ ടെൻഷൻസ്, റൈറ്റ്? സോ യു കാൺ സ്ലീപ് പീസ്ഫുള്ളി. In fact, I have friends who use like 3 to 4 pads at one go. രാത്രി കിടക്കുമ്പോൾ 2 എണ്ണം സൈഡ് ബൈ സൈഡ്, ഒരെണ്ണം ഫ്രണ്ടിലേക്കും ഒരെണ്ണം ബാക്കിലേക്കും ഒക്കെ വെച്ച് കിടക്കും. സോ ദാറ്റ് രാവിലെ ബെഡ്ഷീറ്റ് കഴുകേണ്ട ആവശ്യം വരരുത്. ഇത് മാത്രം ഉദ്ദേശിച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? യെസ്, ബിക്കോസ് you would rather go through that discomfort than to actually sit and wash and do laundry early in the morning, isn't it? Okay, then പിന്നെന്താണ്? ഓഡർ. യെസ്, ഭയങ്കര ഫൗൾ സ്മെല്ലല്ലേ? ഒരു 5 to 6 hours ഒക്കെ നമ്മൾ പാഡ് മാറ്റാതെ പിന്നെ നല്ല ഹെവി ഫ്ലോ ഉള്ള ദിവസങ്ങളൊക്കെ when you go to the washroom it's a very foul smell. Yes, then ഏറ്റവും കൂടുതൽ ഒരു ഭയങ്കര ഡിസ്കംഫർട്ടിങ് സെൻസേഷൻ അല്ലേ? കോൺസ്റ്റന്റ്ലി നനഞ്ഞിരിക്കണ ഒരു തോന്നൽ, isn't it? ഒരു നനഞ്ഞ ഡയപ്പർ 24 hours a day ഇടാൻ പറയണം തുല്യല്ലേ അത്? You're always sitting on this wet surface between your legs, correct? അല്ലേ? അതുപോലെ ഒന്ന് ഉറക്കത്തുമ്മിയ, ഒന്ന് ചുമച്ച, യു ക്യാൻ ഫീൽ ഇറ്റ് ഫ്ലോയിങ് ഔട്ട്. അങ്ങനെ തോന്നൽ വന്നിട്ടുണ്ടോ? ആ ഒരു സെൻസേഷൻ അനുഭവപ്പെട്ടിട്ടുണ്ടോ? നമ്മൾ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും ഒക്കെ ക്ലോട്ടായിട്ടോ അല്ലെങ്കിൽ ഒരു സഡൻ സ്പേർട്ടായിട്ടൊക്കെ നമുക്ക് പുറത്തേക്ക് വരുന്നതുണ്ടാവും, അല്ലേ? അത് വരുമ്പോൾ തന്നെ ടെൻഷനായിരിക്കും, ഓ ഇനി ഓവർഫ്ലോ ആവുമോ, ലീക്ക് ആവുമോ, സ്റ്റെയിൻ ആവുമോ എന്നൊക്കെ, അല്ലേ? സോ ദിസ് കോൺസ്റ്റന്റ് വെറ്റ്നെസ് ഇസ് വെരി വെരി ഇറിറ്റേറ്റിംഗ് ആൻഡ് ദാറ്റ് സംതിങ് ദാറ്റ് വി ജസ്റ്റ് അഡ്ജസ്റ്റ് ആൻഡ് കോംപ്രമൈസ് ഓൺ, റൈറ്റ്? സോ ഇത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട്. ദിസ് കോൺസ്റ്റന്റ് വെറ്റ്നെസ്, പിന്നെ ഈ പറഞ്ഞ പോലെ ലീക്സ്, സ്റ്റെയിൻസ്, ആൻഡ് ദെൻ ഓഫ് കോഴ്സ് യു ഹാവ് സ്കിൻ ഇറിറ്റേഷൻ, സ്കിൻ റാഷസ്, ഡിസ്പോസൽ, രാത്രി ഉറങ്ങാൻ പറ്റുമോ, അല്ലെങ്കിൽ ആക്ടിവിറ്റീസിൽ വി കാൺ പാർട്ടേക്ക്, അല്ലേ? ഓൾ ദീസ് റെസ്ട്രിക്ഷൻസ് ആർ ദർ throughout your reproductive life, which is at least 30 to 40 years of your life. Alle 30 to 40 years, 5 to 7 days of every month, correct? And yet even then none of us have bothered to find out, is there a better solution for this? ഇതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ അല്ലെങ്കിൽ റിപ്ലേസ്മെന്റ് ഉണ്ടോ എന്ന് നമ്മൾ ആരും ചിന്തിക്കാറുമില്ല. We just blindly go through this every month of our lives, അല്ലേ? അപ്പം ഇതിനൊക്കെ പറ്റിയ സൊല്യൂഷൻസ് ആണ്. യു ഹാവ് വേരിയസ് മെൻസ്ട്രൽ ഹൈജീൻ പ്രോഡക്ട്സ് അവൈലബിൾ ആണ് കേട്ടോ. ഐദർ ഇറ്റ് ക്യാൻ ബി സം പീപ്പിൾ പ്രിഫർ യൂസിങ് കോട്ടൺ സാനിറ്ററി നാപ്കിൻസ്,
Some people may prefer using tampons. And then, of course, you have the menstrual cup. Tampons use ചെയ്തവർ ആരെങ്കിലും ഉണ്ടോ അവിടെ? ഇല്ല അല്ലേ? Okay. Do you know anybody who's used a tampon? You know, right. Okay. So, tampons also, ഇപ്പോൾ കപ്പിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ, it is something that you insert inside ourselves. Okay? You place it inside us. പക്ഷേ tamponsന്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ it is very, very prone to infections. Okay? ഇപ്പോൾ sanitary napkins ആണെങ്കിലും you can catch infections. Why is that so? Because it's an absorbent material. നമ്മൾ സാധാരണ നാപ്കിൻ വെക്കുമ്പോൾ അല്ലെങ്കിൽ തുണി യൂസ് ചെയ്യുമ്പോൾ ഇല്ലെങ്കിൽ ടാമ്പോൺ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലത്തെ മെൻസ്ട്രൽ ബ്ലഡ് അത് അബ്സോർബ് ആക്കുക ചെയ്യുക, എന്നിട്ട് അത് നനഞ്ഞ് കുതിർന്നിരിക്കും. ഇത് തന്നെയാണ് ടാമ്പോണിലും. അപ്പം അതുകൊണ്ടാണ് ദിസ് ബിക്കംസ് ഗിവ്സ് എ വെരി കൺഡ്യൂസീവ് എൻവയൺമെൻറ്റ്. അവിടുന്ന് ബാക്ടീരിയ ഓർ വൈറസസ്, ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവാനുള്ളൊരു പ്രോപ്പർ എൻവയൺമെൻറ്റ് ആണ് ഉണ്ടാവുക. അപ്പോൾ ദാറ്റ് ഈസ് ദ പ്രോബ്ലം വെൻ യു ഹാവ് സംതിങ് ദറ്റ് അബ്സോർബ്സ് ദ ബ്ലഡ് ആൻഡ് ഇറ്റ് സ്റ്റേസ് വെറ്റ് ബിറ്റ്വീൻ അവർ ലെഗ്സ്. ഓക്കെ, പക്ഷേ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നതാണ് മെൻസ്ട്രുവൽ കപ്പ്. ഓക്കെ, സോ മെൻസ്ട്രുവൽ കപ്പിൽ അപ്പം എന്താ വ്യത്യാസം? This is also something you keep inside you, right? Then what is the difference between a tampon and a cup? Reusable, okay. Collection ആണ് അവിടെ അല്ലേ? There is no absorption, right? അപ്പോൾ this is a menstrual cup, right? The menstrual cup is actually made of medical grade silicone. Okay? The medical grade silicone does not absorb blood. That's a major difference. Okay? So this does not absorb blood. All it does is it collects blood. അപ്പോൾ നമ്മൾ ഒരു പാത്രം വെച്ച് ആ പാത്രത്തിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഈ ഒരു പാത്രമായിട്ടാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്നത്. നമ്മുടെ യൂട്രസിൽ നിന്ന് വരുന്ന ബ്ലഡ് ഇത് ജസ്റ്റ് കളക്ഷൻ മാത്രമേ ഉള്ളൂ. ദിസ് ഡസ് നോട്ട് അബ്സോർബ്. അതുകൊണ്ട് ഇത് നനഞ്ഞിരിക്കുകയോ കുതിർന്നിരിക്കുകയോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ വരുന്നില്ല. ഓൾ ദിസ് ഡസ് ഇസ് കളക്ട് ദ മെൻസ്ട്രൽ ബ്ലഡ്, റൈറ്റ്? അപ്പം അങ്ങനെ വരുമ്പോൾ യു വോണ്ട് ഫീൽ that intrinsic wetness, that sensation is absent there. That's for one thing. Second thing, because this does not absorb the blood, there is no chance of an infection as such. Okay? കാരണം ഇതിൻ്റെ ബ്ലഡ് ആയിട്ടുള്ള റിയാക്ഷൻ വരുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ബോഡി ഫ്ലൂയിഡ്സ് ആയിട്ട് യാതൊരു വിധത്തിലും റിയാക്ട് ചെയ്യുന്നില്ല. വൈ? ബിക്കോസ് ഇറ്റ് ഇസ് മെഡിക്കൽ ഗ്രേഡ് സിലിക്കോൺ ദാറ്റ് ഇസ് ഫുള്ളി കമ്പാറ്റബിൾ വിത്ത് ആർ ബോഡി. നമ്മുടെ ഉള്ളിലുള്ള ഇന്റേണൽ എൻവയൺമെന്റ് ആയിട്ട് വളരെ കമ്പാറ്റബിൾ ആയിട്ടുള്ള സാധനമാണ് മെഡിക്കൽ ഗ്രേഡ് സിലിക്കോൺ. അതുകൊണ്ട് ദർ ഇസ് നോ ചാൻസ് ഓഫ് ദ കപ്പ് ഗിവിങ് യു ആൻ ഇൻഫെക്ഷൻ. അൺലെസ് ഇൻഫെക്ഷൻ ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ എങ്ങനെയാണ്? ഇഫ് യു ഡോണ്ട് ക്ലീൻ യുവർ ഹാൻഡ്സ്, വിച്ച് ഇസ് വെരി സിമ്പിൾ. നമ്മൾ ചെറുപ്പം തൊട്ടേ പഠിക്കുന്ന കാര്യമാണ്. ബിഫോർ ഹാവിങ് യുവർ ഫുഡ് ഓൾവേസ് വാഷ് യുവർ ഹാൻഡ്സ് വിത്ത് സോപ്പ്, അല്ലേ? അതെന്തുകൊണ്ടാണ് പറയുന്നത്? യെസ്, ബിക്കോസ് നമ്മുടെ കൈകൾ എന്ന് പറയുന്നത് ഇറ്റ്സ് ടീമിങ് വിത്ത് മൈക്രോ ഓർഗാനിസംസ്. ദിൽ ബി ഡേർട്ട് ബിറ്റ്വീൻ ദ നെയിൽസ്, dirt in your nail beds, dirt in your knuckles, dirt in the finger web spaces, dirt in all these lines you have in your palm. അല്ലേ? dirt ഉണ്ടാവാം, microscopic fragments of microorganisms ഉണ്ടാവാം, അല്ലേ? And all this നമ്മൾ കൈകൊണ്ട് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ you are introducing it directly inside your body. അങ്ങനെയാണല്ലോ മിക്ക കുട്ടികൾക്കൊക്കെ ലൂസ് മോഷനും അങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാവുന്നത്. ആ സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ് കപ്പിൻ്റെ കാര്യത്തിലും. ദിസ് ഇസ് ഓൾസോ സംതിങ് യു ആർ ഇൻട്രൊഡ്യൂസിങ് ഇൻസൈഡ് യുവർ സെൽഫ്. ഇപ്പൊ കപ്പിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പക്ഷെ നിങ്ങളുടെ കൈകൾ ക്ലീൻ അല്ലെങ്കിൽ യു ആർ ഇൻട്രൊഡ്യൂസിങ് germs inside your body. But that is why before you use a cup, should make sure that your hands are always clean or washed with soap and water. അങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ chances of an infection are very nil. Okay? As opposed to your sanitary pads or tampons. Okay? Fine. So this is just a brief introduction, but I'll just quickly take you through all the slides, right? And once that is done, then we'll have a direct interactive session. Okay, so where I'll divide you into groups, and Dr. Amy is also there with me. Appo nerite you can ask your doubts and we can give you actual demos. Okay? Right, so first we mentioned about which are the products available for us in terms of cotton napkins, sanitary pads. Okay, you have tampons and you have the menstrual cup. Now sanitary pads madam nerthe parnja pole thanne, these are all the chemicals that are used in pads.
If you can look at the diagram, you have dioxins, pesticide residues, fragrance chemicals, adhesive chemicals, right? All these can cause allergic rashes, and in time, if you have recurrent infections, it can even affect your reproductivity or your fertility. Tampons ആണെങ്കിൽ the same thing. Every month you have to buy tampons. ഒരു tampon is a single use thing. നമ്മൾ പാഡ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്യുക, ഡിസ്പോസ് ചെയ്യുക. It's the same concept, right? So you have to invest in tampons every month for every cycle. And like I said, absorption ആണ് ഇവിടെ. അത് നനഞ്ഞു കുതിർന്നാണ് ഇരിക്കുക നമ്മുടെ ഉള്ളിൽ. അപ്പോൾ നമ്മളൊരു 4 to 6 hours സമയമാകുമ്പോഴേക്കും മാറ്റണം. മാറ്റിയില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഇൻഫെക്ഷൻസ് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. സോ മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ്. ഫ്രീഡം ഫ്രം ഓഡർ ആൻഡ് റാഷസ്. യു ക്യാൻ ഈവൻ മെഷർ എത്രത്തോളം ബ്ലഡാണ് ഓരോ സൈക്കിളിലും നമുക്ക് നഷ്ടമാവുന്നത്. അതിൻ്റെ കപ്പാസിറ്റി ഈസ് അറൌണ്ട് 20-30 ml. As we said earlier, it is environment friendly. Why is that so? Do you have to dispose of a cup after every cycle? എല്ലാ സൈക്കിൾ കഴിയുമ്പോൾ നമ്മൾ കപ്പ് കളഞ്ഞിട്ട് പുതിയ കപ്പ് വാങ്ങിച്ചിടുകയാണോ? അല്ല. അതാണ് ഇതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ്. ഒരു കപ്പ് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ഇത് 8 തൊട്ട് 10 വർഷം വരെ യൂസ് ചെയ്യാം. ഓക്കെ, സോ എല്ലാ മാസവും വീണ്ടും വീണ്ടും കപ്പ് വാങ്ങിച്ചിടേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഒരു കപ്പ് വാങ്ങിച്ചാൽ ഇഫ് യു ഹാവ് ഫൗണ്ട് എ കപ്പ് ദാറ്റ് ഇസ് ആപ്റ്റ് ഫോർ യുവർ സൈസ്, you can use it for up to 8 to 10 years. മനസ്സിലായോ? ഓക്കെ, അല്ലാണ്ട് പാഡ് വാങ്ങിക്കണ പോലെ എല്ലാ മാസം വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ടാംപോൺസ് ആണെങ്കിൽ ഡോണ്ട് ഹാവ് ടു ഇൻവെസ്റ്റ് എവറി മന്ത് ഓൺ ഇറ്റ്. ഓക്കെ, പിന്നെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, യു ക്യാൻ സ്ലീപ് ത്രൂ ദ നൈറ്റ്. ഈ പറഞ്ഞ 4-5 പാഡ് വെച്ചും നമ്മൾ ഉറങ്ങേണ്ട ആവശ്യമില്ല. ദ സെയിം കപ്പ്, ഓക്കെ, if it is placed correctly inside us, you don't have to worry about leaks or stains. You can sleep in any position that you want. തല കുത്തി നിന്നാലും കുഴപ്പമില്ല. ദർ ഇസ് നോ ചാൻസസ് ഓഫ് എ ലീക്ക് ഓർ എ സ്റ്റെയിൻ. സോ നൗ വിൽ ടോക്ക് അബൌട്ട് ദ കപ്പ് ആസ് സച്ച്. ഓക്കെ, സോ കപ്പ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ പേടി അല്ലെങ്കിൽ ഒരു മെന്റൽ ബ്ലോക്ക് എന്താണ്? ദിസ് ഇസ് എ ഫോറിൻ സാധനം ദാറ്റ് യു ആർ പുട്ടിങ് ഇൻസൈഡ് അസ്, അല്ലേ? നമ്മൾ ഒരു പുതിയൊരു സാധനം നമ്മുടെ ബോഡിയുടെ ഉള്ളിലേക്ക് വെക്കുന്ന ഒരു കാര്യമാണ്. അത് കേൾക്കുമ്പോൾ തന്നെ നാച്ചുറലി അതൊരു ഫിയർ ബ്ലോക്ക് ആണ്, അല്ലേ? ഓക്കെ, നിങ്ങൾ ആരെങ്കിലും കോൺടാക്ട് ലെൻസ് യൂസ് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ കോൺടാക്ട് ലെൻസ് യൂസ് ചെയ്യുന്നവരെ അറിയോ? ഓക്കെ, ഫൈൻ. കോൺടാക്ട് ലെൻസ് എന്താണ്? ദാറ്റ് ഈസ് ഓൾസോ എ ഫോറിൻ തിങ്, റൈറ്റ്? അപ്പൊ ഈ സാധനം നമ്മൾ നമ്മുടെ കണ്ണിന്റെ ഉള്ളിലേക്ക് അങ്ങനെയല്ലേ വെക്കുന്നത്? ഇത് ആദ്യമായിട്ട് വെക്കുമ്പോൾ തന്നെ കറക്റ്റ് ആയിട്ട് കിട്ടാറുണ്ടോ? ഇല്ല. നമ്മൾ കുറച്ച് പ്രാവശ്യങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ കറക്റ്റായിട്ട് ഇടാനും കറക്റ്റായിട്ട് ഊരാനും പറ്റുള്ളൂ, അല്ലേ? അതേപോലെ തന്നെയാണ് മെൻസ്ട്രൽ കപ്പും. ഈ കപ്പും ലെൻസ് പോലെ തന്നെ ഒരു ഫോറിൻ സാധനമാണ്. നമ്മൾ നമ്മുടെ ശരീരത്തിനകത്തേക്ക് തന്നെയാണ് വെക്കുന്നത്. ചിലപ്പോൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ തന്നെ യു മൈറ്റ് നോട്ട് ഗെറ്റ് ഇറ്റ് റൈറ്റ്. യു വിൽ ഹാവ് ടു ഹാവ് എ കപ്പിൾ ഓഫ് ട്രൈസ്. ഓക്കെ, അങ്ങനെ നമ്മൾ 3-4 പ്രാവശ്യം ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ കോൺടാക്ട് ലെൻസ് ഒക്കെ വെക്കുന്ന അതേ ലാഘവത്തോടെ തന്നെ യു ക്യാൻ സ്റ്റാർട്ട് യൂസിങ് എ കപ്പ്. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് വി ആർ ടോക്കിംഗ് അബൌട്ട്. ഓക്കെ, അപ്പൊ ഈ കപ്പ് കാണുമ്പോൾ ആസ് യു ക്യാൻ സീ ഇറ്റ് ഇസ് ഷേപ്ഡ് ലൈക്ക് എ കപ്പ്, അല്ലേ? അപ്പൊ ഇതിന്റെ ഏറ്റവും മുകളിലാണ് ഇതിന്റെ റിം എന്ന് പറയുന്നത്. ഈ റിം ഭാഗം ഇസ് സ്ലൈറ്റ്ലി മോർ തിക്കർ ദാൻ ദ റെസ്റ്റ് ഓഫ് ദ കപ്പ്. ഓക്കെ, അപ്പൊ ഇതിന്റെ റിം ഇസ് വാട്ട് യു ഹാവ് ഓൺ ദ ടോപ്പ്. അത് കഴിഞ്ഞാൽ യു ഹാവ് ദ ആക്ച്വൽ കപ്പ് വിച്ച് കളക്ട്സ് ദ ബ്ലഡ്. ഏറ്റവും അടിയിൽ ഒരു നീണ്ടിരിക്കുന്ന ഒരു സാധനം കാണുന്നുണ്ടോ? ദാറ്റ് ഇസ് കോൾഡ് ദ സ്റ്റെം ഓർ ദ സ്റ്റോക്ക്. ഓക്കെ, ദിസ് സ്റ്റെം ഓഫ് ദ കപ്പാണ് ഇതിന്റെ ഏറ്റവും അടിയിൽ വരുന്നത്. അപ്പൊ പല കപ്സിനും പല രീതികളിലായിരിക്കും ഈ സ്റ്റെമ്മിന്റെ ഡിസൈൻ. ഓക്കെ, ചില കപ്സിൽ ഇതുപോലെ നീണ്ടിരിക്കും, ചിലർ യു വിൽ ഫൈൻഡ് ഇൻ ദ ഫോം ഓഫ് എ സർക്കിൾ, ചിലർ ചിലപ്പോൾ ഈ സ്റ്റെമ്മേ ഉണ്ടായില്ല എന്ന് വരും. ഓക്കെ, ഈ സ്റ്റെമ്മിന്റെ ആകെയുള്ളൊരു റോൾ എന്ന് പറയുന്നത് കപ്പിനെ ലൊക്കേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ അകത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ കപ്പിനെ കണ്ടുപിടിക്കാൻ ഒരു എളുപ്പ വഴി എന്ന് മാത്രമേ ഉള്ളൂ ഈ സ്റ്റെമ്മിന്റെ ആവശ്യം, റൈറ്റ്? ഓക്കെ, പിന്നെ ആസ് യു കെൻ സീ ഈ റിമ്മിന്റെ തൊട്ട് താഴെ 4 ഓട്ടകളുണ്ട്. എയർ ഹോൾസ് എന്നാണ് നമ്മൾ അതിന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ബിനീത്ത് ദ റിം യു ക്യാൻ ഫൈൻഡ് എയർ ഹോൾ. കാണുന്നുണ്ടോ? ഓക്കെ, സോ നൗ ഈ കപ്പ് നമ്മുടെ ഉള്ളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ കാണാണ്ടായി പോവോ എന്ന് തോന്നുന്നുണ്ടോ? കപ്പ് നമ്മുടെ ഉള്ളിലേക്ക് വെക്കുന്നു എന്ന് പറഞ്ഞില്ലേ?
അപ്പൊ അത് കാണാണ്ടേ പോവോ? ഉള്ളിലേക്ക് വെച്ച് വേറെ എവിടെയെങ്കിലും ഒക്കെ കയറിയൊക്കെ പോവോ? ഇല്ലേ? അതോ പോവോ? No. Why do you think it will not get lost inside you? Okay, fine. That is one reason. പിന്നെ ഇൻ കേസ് ഇപ്പൊ നിങ്ങൾ വെക്കുമ്പോൾ ശരിയായില്ല, സാക്ഷൻ കറക്റ്റ് ആയിട്ടൊന്നും വീണില്ല, അപ്പൊ പിന്നെ അത് മുകളിലേക്ക് എവിടെയെങ്കിലും കയറിയൊക്കെ പോയി കാണാണ്ടാവോ? നിങ്ങൾക്കെന്ത് തോന്നുന്നു? എന്ത് തോന്നിയാലും പറഞ്ഞു. ദർ ഇസ് നോ റൈറ്റ് ഓർ റോങ് ആൻസർ. വാട്ട് ഡു യു തിങ്ക്? സ്റ്റെം ഉള്ളതുകൊണ്ട് you can pull it up. But then how do you know whether it is missing or not? You've placed the cup inside you. You can't see it, right? There's a chance that it can get lost. There's a chance it can get lost. Okay. So that is one major concern a lot of women have come up with. ഇത് നമ്മുടെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കാണുന്നില്ല, അറിയണില്ല. ഇത് മുകളിലേക്കൊക്കെ കയറി എവിടെയെങ്കിലുമൊക്കെ ഇത് ലോസ്റ്റ് ആവുമോ, കാണാണ്ടായി പോകുന്നുള്ളത് ഒരു മേജർ പേടിയാണ്. ഓക്കെ. അപ്പം അതിൻ്റെ ഉത്തരം പറയുന്നതിന് മുമ്പ് ഈ കപ്പ് നമ്മൾ എവിടെയാണ് വെക്കുന്നത്? വേർ ഡു യു പ്ലേസ് ദിസ്? വജൈന അല്ലേ? ഓക്കെ. വജൈനയുടെ മുകളിൽ എന്താ? യു ആർ പ്ലേസിംഗ് ദിസ് ഇൻ ടു ദ വജൈന. പിന്നെ വാട്ട് കംസ് അബൌവ് ദ വജൈന? സെർവിക്സ്, യൂട്രസ് അല്ലേ? ഓക്കെ. സോ I'll just show you a diagram. See, this is how it is, right? You have the cup in the vagina. അല്ലേ? ഈ vaginal cavity ആണ് ഈ കാണുന്നത്. അതിൻ്റെ തൊട്ട് മുകളിൽ ഇത് കാണുന്നുണ്ടോ? This is the cervix. And then this triangular structure you see here, ഇതാണ് യൂട്രസ്. യൂട്രസിൽ you have the ovaries, അല്ലേ? അപ്പോൾ ഈ സെർവിക്സ് ആണ് നമ്മുടെ യൂട്രസിൻ്റെ ഓപ്പണിംഗ്, അല്ലെങ്കിൽ യൂട്രസിന്റെ അകത്തേക്ക് ചെല്ലാനുള്ള ഒരു വാതിൽ. കറക്റ്റ്? ഇൻ സിമ്പിൾ ടേംസ്, വളരെ സിമ്പിൾ ആയിട്ട് പറയാണ് കേട്ടോ. അപ്പൊ ഈ സെർവിക്സ് അല്ലെങ്കിൽ ഈ ഭാഗം എന്ന് പറയുന്നത് യൂട്രസിന്റെ ഉള്ളിലേക്ക് ചെല്ലാനുള്ള ഒരു ഡോർവേ ആണ്. ആ ഡോറിന്റെ സൈസ് കണ്ടോ? ഒരു കുഞ്ഞ് ഓപ്പണിംഗ് അല്ലേ അത്? വളരെ ചെറിയ ഓപ്പണിംഗ് ആണ് അല്ലേ? നേരെ മറിച്ച് വെജൈനൽ ഓപ്പണിംഗ് കണ്ടോ? ഇതിന്റെ ഈ ദ്വാരത്തിന്റെ ഓപ്പണിംഗ് കണ്ടോ? ഇതിന്റെ അളവ് കണ്ടില്ലേ? എന്നാ ഇതിന്റെ അളവ് നോക്കിയേ, ഇറ്റ്സ് വെരി സ്മോൾ, റൈറ്റ്? അതുകൊണ്ട് ഈ കപ്പ് ഒരു കാരണവശാലും ഇതിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് യൂട്രസിലേക്ക് ചെന്നെത്തില്ല. ഓക്കെ. സോ അതുകൊണ്ട് കപ്പ് കാണാണ്ടായി പോകുമെന്നുള്ളൊരു പേടി വേണ്ട. ഒരു വിധത്തിലും ദിസ് കപ്പ് കനോട്ട് എൻറ്റർ ദ സെർവിക്സ് ആൻഡ് എൻറ്റർ ദ യൂട്രസ്. എന്നിട്ട് ഈ ഒരു ദ്വാരത്തിലൂടെ ഓവറിയിലേക്ക് ചെല്ലുക, അതൊക്കെ ഇംപോസിബിൾ ആണ് കേട്ടോ. അല്ല, ഞാനത് എടുത്തു പറയാൻ കാരണം കുറേ പേര് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ബിക്കോസ് ദേ ഡോണ്ട് നോ വാട്ട് ഇസ് ദ സ്ട്രക്ചർ ഇൻസൈഡ് എന്നുള്ളത്. ആൻഡ് ഇറ്റ് ഇസ് എ നോർമൽ ഡൗട്ട്, റൈറ്റ്? ഓക്കെ. സോ ജസ്റ്റ് റിമെമ്പർ ദിസ്. ഇടുമ്പോൾ പേടി വേണ്ട. കാരണം ഈ കപ്പ് നമ്മൾ ഇടുന്നത് ഈ പറഞ്ഞ വെജൈനൽ ക്യാവിറ്റിയുടെ അകത്താണ്. ഈ വെജൈനൽ ഓപ്പണിംഗ് ഇസ് ദിസ് ബിഗ്, പക്ഷെ അതിൻ്റെ മുകളിൽ സെർവിക്സ്. ദിസ് ഹാസ് എ വെരി സ്മോൾ ടൈനി ഓപ്പണിംഗ്. ഓക്കെ. Excuse me. But this cup cannot pass through the cervix into the uterus and then inside the uterus into your fallopian tube and into the ovary. അല്ലെങ്കിൽ ഇൻ ടു ദി ആബ്ഡമൻ. അങ്ങനെയൊന്നും ഒരിക്കലും ഇത് കാണാണ്ടായി പോവില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് അത് അകത്തേക്ക് പ്ലേസ് ചെയ്യാവുന്നതേ ഉള്ളൂ. യു ക്യാൻ ഡെഫിനറ്റ്ലി ടേക്ക് ഇറ്റ് ഔട്ട്. ഈ ഡൗട്ട് ക്ലിയർ ആയല്ലോ? ഓക്കെ, ഫൈൻ. ഇനി നമ്മുടെ ഫീമെയിൽ അനാറ്റമി, ആക്ച്വലി വാട്ട് ഇസ് ബിറ്റ്വീൻ യുവർ ലെഗ്സ് എന്ന് നമുക്ക് തന്നെ ഒരു ധാരണയുണ്ടോ? ഉണ്ടോ? ഇല്ല അല്ലേ? ചെറുപ്പം തൊട്ടേ നമ്മൾ പഠിപ്പിക്കണം എന്താണ്? ഡു നോട്ട് ഇവൻ തിങ്ക് ഓഫ് വാട്ട് ഇസ് ദർ ബിറ്റ്വീൻ യുവർ ലെഗ്സ്, റൈറ്റ്? അതിനെക്കുറിച്ച് ഒന്നും ആലോചിക്കേണ്ട, ചോദ്യങ്ങൾ ചോദിക്കരുത്, അതിനെക്കുറിച്ച് പറയാൻ നമുക്കൊന്നുമില്ല, റൈറ്റ്? ദി ഓൺലി പ്ലേസ് ഓർ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ വി യൂസ് ടു ഹാവ് ആർ ബയോളജി ടെക്സ്റ്റ് ബുക്സ്, അല്ലെങ്കിൽ ചേച്ചിമാർ ഓർ കസിൻ സിസ്റ്റേഴ്സ് ഹു വിൽ ഹാവ് ടിപ്ബിറ്റ്സ് ഓഫ് ഇൻഫർമേഷൻ, അല്ലേ? അവിടെ നിന്ന് കുറച്ച് കേൾക്കും, ഇവിടെ നിന്ന് കുറച്ച് കേൾക്കും, അവിടെ ഇങ്ങനെയുണ്ട്, ഇവിടെ അങ്ങനെയാണ്. ഇത് മാത്രമല്ലേ നമ്മൾ കേട്ട് വളർന്നിട്ടുള്ളൂ. അല്ലാണ്ട് ടെക്നിക്കലി നമ്മുടെ കാലിൻ്റെ ഇടയിൽ ഇത്രയും ദ്വാരങ്ങളാണ്, ഈ ഓരോ ദ്വാരം ഇന്ന കാരണത്തിനാണ്, അങ്ങനെ ആരെങ്കിലും പറഞ്ഞു തരാറുണ്ടോ? ഉണ്ടോ? നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ടോ? ഇല്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. നൺ ഓഫ് us ടോക്ക് അബൌട്ട് our own anatomy, അല്ലേ? ഓക്കെ. അപ്പൊ ആദ്യം കപ്പ് വെക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ കാലിന്റെ ഇടയിൽ എന്താ ഉള്ളതെന്നുള്ളത് ആദ്യം പഠിച്ചെടുക്കണം. എന്നാലല്ലേ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതാ ദിസ് ഇസ് വാട്ട് ഇറ്റ് ഇസ്.
Okay? So first, let's first find out what is there between our legs. അപ്പം നമുക്ക് എത്ര ഓപ്പണിങ്സ് ഉണ്ട്? 2 ആണോ? അത് 4 ആണോ? 3 openings, അല്ലേ? സമാധാനം. അറ്റ്ലീസ്റ്റ് യു നോ ദാറ്റ്. ഓക്കെ, സോ യു ഹാവ് 3 openings. ഏറ്റവും മുകളിൽ കാണുന്ന എന്ത് ഓപ്പണിംഗ് ആണ്? വാട്ട് ഇസ് ദിസ് ഓപ്പണിംഗ് ഹിയർ? യൂറേത്ര, റൈറ്റ്? അഥവാ മൂത്രദ്വാരം, മൂത്രം പോവാനുള്ള ഓപ്പണിംഗ് ഓർ ദ യൂറേത്രൽ ഓപ്പണിംഗ്, ഇസ്ന്റ് ഇറ്റ്? പിന്നെ അതിന്റെ തൊട്ട് താഴെ കാണുന്നത് ഇസ് ദ വെജൈനൽ ഓപ്പണിംഗ്. ആൻഡ് ഏറ്റവും താഴെ കാണുന്ന ഓപ്പണിംഗ് എന്താണ്? ദിസ് ഇസ് ദി ഏനൽ ഓപ്പണിംഗ്, റൈറ്റ്? Okay. Now, do you see the differences in sizes of these openings? അല്ലേ, ഇതിൽ ഏറ്റവും വലിയ ഓപ്പണിംഗ് ഇൻ ദിസ് പിക്ചർ ദാറ്റ് യു സീ ഇസ് ദ വെജൈനൽ ഓപ്പണിംഗ്, റൈറ്റ്? ഓക്കെ, അപ്പൊ പലർക്കും ഉള്ള ഡൗട്ടാണ്, നമ്മൾ കപ്പിടുമ്പോൾ നമ്മൾ നോക്കണില്ലല്ലോ, യു കാൻ സീ ബിറ്റ്വീൻ യുവർ ലെഗ്സ്, റൈറ്റ്? അപ്പൊ പിന്നെ ഇടുന്ന ദ്വാരം മാറിപ്പോയാൽ എന്ത് ചെയ്യും? ഇല്ലേ, അങ്ങനെ ഒരു ഡൗട്ട് ഇല്ലേ? അപ്പൊ ഈ യൂറേത്രൽ ഓപ്പണിംഗ് കാണുന്നില്ലേ? ഹാവ് യു സീൻ? ചില രോഗികളൊക്കെ കാണാറുണ്ടോ? കിടപ്പായ ആൾക്കാർക്കൊക്കെ നമ്മൾ മൂത്രം പോകാൻ ഒരു ട്യൂബ് ഇട്ട് കൊടുക്കണം, കണ്ടിട്ടില്ലേ? ഓക്കെ, ഈ ട്യൂബ് ഇടാൻ എന്തുമാത്രം ബുദ്ധിമുട്ടെന്ന് അറിയോ ഫോർ ഫീമെയിൽസ്? കാരണം ഈ യൂറേത്രൽ ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ദ്വാരമാണ്. ആ കുഞ്ഞു ഓപ്പണിംഗ് തപ്പി പിടിച്ചെടുത്ത് പിന്നെ അതിനെ ഓപ്പൺ ചെയ്യുന്ന അതിലേക്ക് ഒരു ട്യൂബൊക്കെ കയറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ടേക്സ് ലോട്ട് ഓഫ് സ്കിൽ ദർ, ലോട്ട് ഓഫ് പേഷ്യൻസ്, റൈറ്റ്? അപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതൊന്നും ചെയ്യാത്ത നിങ്ങൾ ഒരു കപ്പ് കാലിൻ്റെ ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ മൂത്രദ്വാരത്തിൽ കയറി പോകുന്നു തോന്നുന്നുണ്ടോ? ഇല്ല, ബിക്കോസ് ഇറ്റ് ഇസ് അത്രയും ചെറുതാണത്. ദർ ഇസ് ആബ്സൊല്യൂട്ട്ലി നോ പോസിബിലിറ്റി വേർ നിങ്ങൾ നിങ്ങളുടെ കൈ കൊണ്ട് കപ്പ് നിങ്ങളുടെ കാലിൻ്റെ ഇടയിൽ വെക്കുമ്പോൾ അത് മൂത്രദ്വാരത്തിനുള്ളിൽ കയറി പോവോ എന്നുള്ളൊരു പേടിയേ വേണ്ട. ദാറ്റ് ഇസ് നോട്ട് പോസിബിൾ. കാരണം ഇത് അത്രയും ചെറിയൊരു സാധനമാണിത്. ഓക്കെ, പിന്നെ ദെൻ ദി ഓൺലി അതർ ഓപ്പണിംഗ് ലെഫ്റ്റ് ഇസ് ദി ഏനൽ ഓപ്പണിംഗ്. ആൻഡ് വി ഓൾ നോ ഏനൽ ഓപ്പണിംഗ് ഇസ് വേ ബാക്ക്, അല്ലേ? ആ ഭാഗം തൊടുമ്പോൾ തന്നെ നമുക്കറിയാം ഇറ്റ് ഇസ് നോട്ട് ദ റൈറ്റ് ഓപ്പണിംഗ്, റൈറ്റ്? അതുകൊണ്ട് ഇനി അത് ഏനസിലേക്ക് കയറി പോവോ, നമ്മൾ അറിയാണ്ട് അവിടെ കൊണ്ടുവയ്ക്കുവോ എന്നുള്ളൊരു പേടിയും വേണ്ട. ദെൻ ഓൾ യുവർ ലെഫ്റ്റ് വിത്ത് ഇസ് ദി ആക്ച്വൽ ഓപ്പണിംഗ്, ദാറ്റ് ഇസ് യുവർ വെജൈനൽ ഓപ്പണിംഗ്, റൈറ്റ്? വിച്ച് ഇസ് ദിസ്. അപ്പൊ ഈ ഒരു മെൻസ്ട്രൽ കപ്പ് നമ്മൾ വെജൈനൽ ഓപ്പണിങ്ങിന്റെ അകത്തേക്കാണ് വെക്കേണ്ടത്. നേരത്തെ കാണിച്ചു തന്ന പോലെ തന്നെ ദിസ് ഇസ് ഹൗ ഇറ്റ് ഇസ്. വൺസ് യു പ്ലേസ് ദ കപ്പ്, ദിസ് ഇസ് ഹൗ ഇറ്റ് ഇസ് സപ്പോസ് ടു സ്റ്റേ വിതിൻ ദ വെജൈനൽ ഓപ്പണിംഗ്. ഇനി ഈ കപ്പ് മുകളിലേക്ക് പോവില്ല എന്ന് പറഞ്ഞു ഞാൻ, റൈറ്റ്? താഴേക്ക് പോവോ? താഴേക്ക് ഊർന്നു വരുമോ? മുകളിലേക്ക് പോകാൻ സ്ഥലമില്ല, ഓക്കെ. താഴേക്ക് ഊർന്നു വരുമോ? എന്തുകൊണ്ട് വരില്ല? ഫില്ലാവുമ്പോ കുറച്ച് താഴേക്ക് പോർന്നു വരും, ഓക്കെ. വേറെ അഭിപ്രായങ്ങൾ? ഇഫ് ഇറ്റ് ഇസ് നോട്ട് പ്ലേസ്, സക്ഷൻ, അല്ലേ? ഓക്കെ, എവറിബഡി ഈസ് ടോക്കിംഗ് അബൌട്ട് സക്ഷൻ. അപ്പൊ നമുക്ക് അതെന്താന്ന് ആദ്യം നോക്കാം. ഓക്കെ, സോ ദിസ് മെൻസ്ട്രൽ കപ്പ് ഞാൻ പറഞ്ഞില്ല, അതിന്റെ മോൾ ഭാഗം റിം ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ആൻഡ് ദിസ് ഇസ് സ്ലൈറ്റ്ലി മോർ തിക്കർ ദാൻ ദ കപ്പ്, റൈറ്റ്? കാരണം ഈ കപ്പ് നമ്മൾ ഉള്ളിൽ പ്ലേസ് ചെയ്യണത് ഒരു വാക്വം സീൽ മെക്കാനിസം വഴിയാണ് നമ്മുടെ ഉള്ളിൽ ഈ സാധനം ഇരിക്കുന്നത്. ഓക്കെ, ഐ എം ഷുവർ നിങ്ങൾ എല്ലാവരും കൊച്ചു കുഞ്ഞുങ്ങൾക്ക് തുള്ളിമരുന്ന് കൊടുക്കുമ്പോൾ ഡ്രോപ്പറൊക്കെ യൂസ് ചെയ്യാറില്ലേ, അല്ലേ? ഡ്രോപ്പേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടോ? അപ്പൊ എങ്ങനെയാ നമ്മൾ തുള്ളിമരുന്ന് കൊടുക്കുന്നത്? എങ്ങനെയാ? ആദ്യം ഡ്രോപ്പർ എടുക്കും, അതിനെ സ്ക്വീസ് ചെയ്യും, മരുന്ന് കുപ്പിയിലേക്ക് ഇറക്കും, പിന്നെ അതിനെ റിലീസ് ചെയ്യും, അല്ലേ? അതിൻ്റെ ഉള്ളിലേക്ക് മരുന്ന് കയറും, പുറത്തേക്ക് എടുക്കും, സ്ക്വീസ് ചെയ്യും, എന്നിട്ടാണ് ആ മരുന്ന് കൊച്ചിന് കൊടുക്കുന്നത്. കറക്റ്റ്? ആ വാക്വം എന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾ തന്നെയാണ് കപ്പ് യൂസ് ചെയ്യുമ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ എന്ത് പറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിം എന്ന് പറയുന്നത് നമ്മുടെ ഈ വെജൈനൽ ക്യാവിറ്റിയുടെ അകത്ത്, അതായത് ഈ വെജൈനൽ വാളാണത്. ഈ വാളിന് ചുറ്റും ഒരു വാക്വം സീൽ ക്രിയേറ്റ് ആവും. ആ വാക്വം സീൽ ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഈ കപ്പ് അവിടെ നിന്ന് അനങ്ങില്ല, മുകളിലേക്കും പോവില്ല, താഴേക്കും വരില്ല. വാക്വം സീൽ കറക്റ്റ് ആയിട്ട് പ്ലേസ്ഡ് ആണെങ്കിൽ then you don't have to worry about the cup shifting in position. ഇത്രയും മനസ്സിലായോ? ഓക്കെ, സോ വാക്വം സീൽ വൺസ് ഇറ്റ് ഇസ് ഇൻ പ്ലേസ്, കപ്പ് അവിടെ ഫിക്സേറ്റഡ് ആവും. അപ്പൊ അതുകൊണ്ട് കപ്പ് പിന്നെ താഴോട്ടോ മുകളിലേക്കോ ഒന്നും നീങ്ങാൻ സാധ്യതയില്ല. ഓക്കെ, ഫൈൻ. ഇനി ഇത്രയും വലിയൊരു കപ്പ്, ഈ കപ്പിന്റെ ഈ ഓപ്പണിംഗ് കാണുന്നില്ലേ, ഇത് അങ്ങനെ നേരിട്ട് വെജാനിലേക്ക് വെക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ അതെന്ത് ചെയ്യണം? ഫോൾഡ് ചെയ്യണം, അല്ലേ? നമ്മൾ എങ്ങനെ ഫോൾഡ് ചെയ്യും? ഓരോരുത്തരും ഓരോ രീതിയാണ് പറയണത്, അല്ലേ? 1/4 ആവണ രീതിയിൽ. ഓക്കെ, വേറെ അഭിപ്രായങ്ങൾ? സി ഷേപ്ഡ്, ഓക്കെ. പിന്നെ
വേറെ ഏതെങ്കിലും രീതി അറിയോ? ട്രയാങ്കിൾ ഷേപ്പ് അല്ലേ? ഓക്കെ. അപ്പൊ കപ്പ് ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കപ്പിനെ നേരിട്ട് നമുക്ക് നമ്മുടെ വെജൈനൽ ക്യാവിറ്റിയിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ മടക്കി വേണം വെക്കാനായിട്ട്. ഇനി ഇത് എങ്ങനെ മടക്കണം എന്നുള്ള ചോദ്യത്തിന് പല ഉത്തരങ്ങളുണ്ട്. ദർ ആർ സോ മെനി വേസ്. നമ്മളിപ്പോൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ സി ഫോൾഡ്, പെറ്റൽ ഫോൾഡ്, 7 ഫോൾഡ്, ജെ ഫോൾഡ്, ഇങ്ങനെ കുറേ ടെക്നിക്കൽ പേരുകൾ കേൾക്കും കേട്ടോ. ഇതൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, എങ്ങനെ മടക്കണം എന്നുള്ള ഏതെങ്കിലും ഒരു രീതിയോ 2 രീതികളോ മാത്രം പഠിക്കേണ്ട ആവശ്യമുള്ളൂ. ഓരോരുത്തർക്ക് ഓരോ രീതിയായിരിക്കും ഇഷ്ടം. നമ്മളിപ്പോൾ പാഡ് വാങ്ങിക്കാൻ പോകുമ്പോൾ ചിലർക്ക് എക്സ്ട്രാ ലെങ്ത് പാഡ്സ് ആണ് ഇഷ്ടം, ചിലർക്ക് നോർമൽ ലെങ്ത് മതി, ചിലർക്ക് വിങ്സ് ഉള്ള പാഡ് വേണം അല്ലേ? അപ്പം അത് നമ്മൾ ഓരോരുത്തരുടെ പ്രിഫറൻസസ് ആണ്, പേഴ്സണൽ പ്രിഫറൻസസ്, റൈറ്റ്? അതേപോലെ തന്നെയാണ് കപ്പിൻ്റെ ഫോൾഡ്. ചിലർക്ക് സി ഫോൾഡ് ആയിരിക്കും കുറേം കൂടെ കൺവീനിയൻ്റ് ആയിട്ട് തോന്നുക, എന്നാൽ മറ്റു ചിലർക്ക് പെറ്റൽ ഫോൾഡ് ആയിരിക്കും കുറേം കൂടെ ഇഷ്ടമാവുക. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന 3 ഫോൾഡ്സ് കാണിച്ചു തരാം. ഓക്കെ, ഈ 3 ഫോൾഡ്സ് മാത്രം പഠിച്ചാൽ മതി. ഇതിൽ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം ആ ഫോൾഡ് യൂസ് ചെയ്ത് കപ്പ് നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അല്ലാണ്ട് ഈ ഫോൾഡ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നോ അല്ലെങ്കിൽ ഈ ഫോൾഡ് ചെയ്താൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് അവിടെ ഇരിക്കുള്ളൂ എന്നോ അങ്ങനെ ഒന്നുമില്ല. വിച്ച് എവർ യു ആർ കംഫർട്ടബിൾ വിത്ത് ആ ഫോൾഡ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഡോക്ടർ എയിം ചെയ്ത് കാണിച്ചു തരും. ഫസ്റ്റ് ഫോൾഡ് എന്ന് പറയുന്നത് സി ഫോൾഡാണ്. അത് നമ്മുടെ ആൽഫബറ്റ് സിന്റെ ഷേപ്പിലാക്കുന്നു. സോ നമ്മൾ ഈ 2 സർഫസസ് അപ്രോക്സിമേറ്റ് ചെയ്യുക, ഇതുപോലെ കൂട്ടിമുട്ടിക്കുക. കൂട്ടിമുട്ടിച്ച ശേഷം നേർ പകുതിയാക്കി സി എന്നുള്ള രീതിയിൽ മടക്കുക. മനസ്സിലായോ? ഓക്കെ, സോ നമ്മൾ 2 സർഫസസും കൂടെ ഒന്ന് കൂട്ടിമുട്ടിക്കുക. കൂട്ടിമുട്ടിച്ച ശേഷം നേർ പകുതിയാക്കുക. ജസ്റ്റ് ഫോൾഡ് ഇറ്റ് ഇൻ ഹാഫ്. അപ്പോൾ യു വിൽ ഗെറ്റ് ഇംഗ്ലീഷ് ആൽഫബറ്റ് സി എന്നുള്ളൊരു ഷേപ്പ് വരുന്ന കണ്ടോ? This is called your C fold. എന്നിട്ട് just insert it into your vaginal cavity. See. അതിനെ ഒന്ന് റിലീസ് ചെയ്യാൻ പോപ്പ് എന്ന് പറഞ്ഞാൽ അത് വിടർന്ന് വരും. ഓക്കെ, സോ നമ്മൾ ഉള്ളിലേക്ക് കയറ്റാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇതിനെ മടക്കുന്നത്, റൈറ്റ്? വൺസ് യു ഹവ് ഇൻസേർട്ടഡ് ഇറ്റ്, അതിൻ്റെ അകത്തേക്ക് പ്ലേസ് ചെയ്ത ശേഷം യു ക്യാൻ അപ്പം തന്നെ ആ ഫോൾഡ് വിടർത്തുക. കൈ വിട്ട് കഴിയുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആയിട്ട് പോപ്പ് എന്നുള്ള രീതിയിൽ അത് ഓപ്പൺ ആയിട്ട് വരും. അങ്ങനെ ഓപ്പൺ ആവുമ്പോഴാണ് ഇതിന്റെ വാക്യൂം സീൽ അവിടെ ക്രിയേറ്റ് ആവുന്നത്. ഓക്കെ, സോ ഈ വാക്യൂം സീൽ ഉണ്ടാവുന്നത് എവിടെയാണ്? ബിറ്റ്വീൻ ദ റിം ഓഫ് ദ കപ്പ് ആൻഡ് ദ വെജൈനൽ വാൾ, റൈറ്റ്? ഓക്കെ, അപ്പൊ ദിസ് ഇസ് 1 ഫോൾഡ്. ഇനി രണ്ടാമത്തെ ഫോൾഡ് കാണിച്ചു തരാം. അതിന്റെ പേര് പഞ്ച് ഡൗൺ ഫോൾഡ് അല്ലെങ്കിൽ പെറ്റൽ ഫോൾഡ് എന്ന് പറയും. സോ ഇത് നമ്മൾ എന്താ ചെയ്യുക? ഇൻഡെക്സ് ഫിംഗർ എടുക്കുക. ഓക്കെ, ചൂണ്ടുവിരൽ എടുത്തിട്ട് ഒരു സൈഡ് പ്രസ് ചെയ്യുക, താഴേക്ക് പുള്ളി ചെയ്യുക. കാണുന്നുണ്ടോ? ഓക്കെ, നേരത്തെ നമ്മൾ 2 സർഫസസ് കൂട്ടിമുട്ടിച്ചിരുന്നു അല്ലേ? ഇപ്പൊ നമ്മൾ എന്താ ചെയ്യണേ? നമ്മൾ ഇൻഡെക്സ് ഫിംഗർ എടുക്കുന്നു, ഒരറ്റത്ത് മാത്രം വിരൽ പ്ലേസ് ചെയ്യുക, നേരെ താഴേക്ക് അത് പുള്ളി ചെയ്യുക. അങ്ങനെ പുള്ളി ചെയ്യുമ്പോൾ അതിന്റെ മറ്റേ അറ്റം കൂർത്തു വരും. ഇസ്ന്റ് ഇറ്റ്? അതിങ്ങനെ ടേപ്പേർഡ് ആയിട്ടിരിക്കണം, കണ്ടില്ലേ? അങ്ങനെ ടേപ്പേർഡ് ആയിട്ടിരിക്കുമ്പോൾ വെജൈനൽ ക്യാവിറ്റിയുടെ ഉള്ളിലേക്ക് ഈസിലി നമുക്കത് പ്ലേസ് ചെയ്യാം. പ്ലേസ് ദി ഇൻഡെക്സ് ഫിംഗർ ഓൺ 1 end, പുൾ ഇറ്റ് ഡൗൺ. ഇതിന്റെ ഈ അറ്റം പോയിന്റഡ് ആയിട്ട് വരും. നേരെ വെജൈനൽ ക്യാവിറ്റിയുടെ അകത്ത് യു ക്യാൻ ജസ്റ്റ് പ്ലേസ് ഇറ്റ്, റിലീസ് ഇറ്റ്, പോപ്പ്, അത് വിടർന്ന് വരും. ഇറ്റ് വിൽ ഓപ്പൺ അപ്പ്. ഇത് കാണുന്നുണ്ടോ? ഓക്കെ, ദിസ് എനിവേ ഇന്ററാക്റ്റീവ് സെഷനിൽ വി ക്യാൻ ഗെറ്റ് ഓൾ ഓഫ് യു ടു ഡു ഇറ്റ്. ഓക്കെ, ഫൈൻ. ഇനി തേർഡ് ഫോൾഡ് എന്ന് പറയുന്നത് 7 ഫോൾഡ് ആണ്. അത് നമ്മൾ സി പോലെ തന്നെ ഈ 2 അറ്റങ്ങൾ കൂട്ടിമുട്ടിക്കുക. മുട്ടിച്ച ശേഷം ഒരു സൈഡ് മാത്രം അങ്ങോട്ട് മടക്കുക. നമ്മൾ സി ഫോൾഡ് നേരെ പകുതിയായിട്ട് മടക്കുക അല്ലേ? ഇസ്ന്റ് ഇറ്റ്? ഇതിന് നമ്മൾ ഒരറ്റം മാത്രം മടക്കുക. ദാറ്റ് വിൽ ഗിവ് യു ദ 7 ഫോൾഡ്. അപ്പോഴും ഒരറ്റം ഇതുപോലെ കൂർത്തിരിക്കും. ആ കൂർത്ത അറ്റം വെച്ച് യു വിൽ ഇൻസേർട്ടഡ് ഇൻ ടു ദ വെജൈനൽ ക്യാവിറ്റി. ഓക്കെ, സോ ദീസ് ആർ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന 3 ഫോൾഡ്സ്. ഇതിൽ ഏത് ഫോൾഡ് വേണമെങ്കിലും നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ചിലർക്ക് പെറ്റൽ ഫോൾഡ് ആയിരിക്കും കുറേ കൂടെ എളുപ്പം, ചിലപ്പോൾ സി ഫോൾഡ് ആയിരിക്കും ഒന്നും കൂടെ എളുപ്പമായിട്ട് തോന്നുക. വിച്ച് എവർ ഫോൾഡ് യു ടേക്ക്. ഇന്ന ഫോൾഡ് ഇട്ടാൽ മാത്രമേ സ്റ്റെയിൻ ആവാണ്ടിരിക്കൂ, അങ്ങനെ ഒരു നിയമവും ഇല്ല കേട്ടോ. വിച്ച് എവർ ഫോൾഡ് യു ആർ കംഫർട്ടബിൾ വിത്ത്, ആ ഫോൾഡ് വെച്ച് മടക്കുക, നേരെ വെജൈനൽ ക്യാവിറ്റി അകത്ത് ഇൻസേർട്ട് ചെയ്യുക. അത് റിലീസ് ചെയ്യുമ്പോൾ പോപ്പ് എന്നുള്ളൊരു ഫീലിംഗ് കിട്ടും, വേർ ദ വാക്യൂം സീൽ വിൽ ഗെറ്റ് ക്രിയേറ്റഡ് ദർ. ഓക്കെ, ഇനി ഇതൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റി, റൈറ്റ്? അതിൻ്റെ ഉള്ളിലേക്ക് ഇത് വെക്കുന്നതും
കൈ വിടർത്തുന്നതും ഈ സാധനം ഓപ്പൺ ആയിട്ട് വരുന്നത്. പക്ഷെ നമ്മുടെ ഉള്ളിലേക്ക് കപ്പ് വെക്കുമ്പോൾ ഇതെന്തെങ്കിലും നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ നമ്മൾ എങ്ങനെ ഉറപ്പ് വരുത്തും ഈ കപ്പ് കറക്റ്റായിട്ട് തന്നെ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നുണ്ടെന്നുള്ളത്? You can try to pull it down. Okay. Then any other way? Okay, അത് ഒരു മാർഗം. Popping sound, all right, fine, that is another way. പിന്നെ discomfort ഉണ്ടാവുകയാണെങ്കിൽ that means it is not opened up properly, all right. ലീക്കേജ് അല്ലേ? ഓക്കെ, പക്ഷെ അതൊരു ഇറ്റ് ബീറ്റ്സ് ദ പർപ്പസ്. ലീക്ക് ഉണ്ടാവുമ്പോഴേ നമ്മൾ അറിയണുള്ളൂ ഓ ഇത് കറക്റ്റായിട്ട് ഇരുന്നിട്ടില്ല എന്ന്. അപ്പൊ അതൊരു ബുദ്ധിമുട്ടല്ലേ നമുക്ക്? ലീക്ക് വരാതിരിക്കാനല്ലേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഇത് അറിയണമെങ്കിൽ വാട്ട് യു ഹാവ് ടു ഡു ഇസ് നമ്മുടെ ഉള്ളിലേക്ക് നമ്മളിത് ഫോൾഡ് ചെയ്തു, പ്ലേസ് ചെയ്തു, കറക്റ്റ്. ഇനി ഹൗ ഡു യു ക്രോസ് ചെക്ക്? സോ നമ്മൾ യു ആർ സ്റ്റാൻഡിങ് വിത്ത് യുവർ ലെഗ്സ് അപ്പാർട്ട്, ദിസ് ഇസ് ഇൻസൈഡ് യു. അപ്പൊ യു ഹാവ് ടു ടേക്ക് യുവർ ഇൻഡെക്സ് ഫിംഗർ, ചൂണ്ട് വിരലെടുക്കുക, സ്ലോലി ജെന്റ്ലി വെജൈനൽ ക്യാവിറ്റി ഉള്ളിലേക്ക് കൈ പ്ലേസ് ചെയ്യുക. പ്ലേസ് ചെയ്തിട്ട് ഇതിനെ ഒന്ന് ഓടിച്ചു നോക്കുക കപ്പിന് ചുറ്റും. ജസ്റ്റ് റൺ യുവർ ഫിംഗർ എറൗണ്ട് ദ കപ്പ് ലൈക്ക് ദിസ്. അങ്ങനെയാണെങ്കിൽ ഇഫ് ഇത് കറക്റ്റായിട്ട് വിടർന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു സ്മൂത്ത് ആയിട്ട് നമുക്ക് തോന്നും. നേരെ മറിച്ച് ഇത് ഇപ്പോഴും മടങ്ങിയിരിക്കാൻ വിചാരിക്കും നമ്മുടെ ഉള്ളിൽ. അപ്പൊ നമുക്ക് തന്നെ തൊട്ട് നോക്കുമ്പോൾ ആ മടക്ക് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു മടക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ കപ്പ് കറക്റ്റായിട്ട് ഓപ്പൺ ആയിട്ടില്ല. ഓക്കെ, സോ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. നിങ്ങളുടെ ചൂണ്ടുവിരൽ മാത്രം മെല്ലെ അകത്തേക്ക് വെക്കുക. വെച്ചിട്ട് ജസ്റ്റ് റൺ ഇറ്റ് അറൗണ്ട് ദ കപ്പ്. അതിന് ചുറ്റും ഒന്ന് വിരൽ ഓടിച്ചു നോക്കുക. ഓടിച്ചു നോക്കുമ്പോൾ നല്ല സ്മൂത്ത് പെർഫെക്റ്റ് സർക്കുലർ ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി അഥവാ എന്തെങ്കിലും ഒരു മടക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ കപ്പ് കറക്റ്റായിട്ട് ഓപ്പൺ ആയിട്ടില്ല. നൗ സപ്പോസ് ഓപ്പൺ ആയിട്ടില്ല, അതായത് മടക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അപ്പൊ പിന്നെ നിങ്ങൾ എന്താ ചെയ്യുക? അതിനെ കറക്റ്റ് ചെയ്യണ്ടേ? അതെങ്ങനെ ചെയ്യും? ഓക്കെ, ടേൺ ചെയ്താൽ ശരിയാവാറുണ്ട്. ഇല്ലെങ്കിൽ വാട്ട് വർ യു സെയിങ്? താഴേക്ക് വലിക്കുക, ഒന്ന് ട്വിസ്റ്റ്. ഓക്കെ, ഫൈൻ. സോ ദീസ് ആർ ഓൾ ഡിഫറെന്റ് വേസ് ഓഫ് ഡൂയിങ് ഇറ്റ്. സോ വാട്ട് യു ജനറലി ഡൂ ഇസ്, നമ്മൾ വി ഹാവ് ഓൾറെഡി ഇൻസർട്ടഡ് യുവർ ഫിംഗർ, ഫെൽറ്റ് ദ കപ്പ്, മടക്കുണ്ടെന്ന് തോന്നി, അത് ശരിയായിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? യൂസ് യുവർ തമ്പ് ആൻഡ് ഇൻഡെക്സ് ഫിംഗർ, രണ്ടും കൂടെ കറക്റ്റ് സ്ലോലി പ്ലേസ് ചെയ്തിട്ട് അതിനെ ഒന്ന് പിഞ്ച് ചെയ്തിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. ഓർ ലൈക്ക് യു സെഡ് ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക. ആ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ slowly twist it and it will open up. Okay, നമ്മൾ ജസ്റ്റ് ഈ ഇൻഡെക്സ് ഫിംഗറും തമ്പും വെച്ചിട്ട് ഒന്ന് അതിനൊന്ന് ട്വിസ്റ്റ് ചെയ്ത് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ തന്നെ അത് അവിടെ വിടർന്നു വരും. എന്നിട്ട് വീണ്ടും റൺ യുവർ ഫിംഗേഴ്സ് അറൗണ്ട് ഇറ്റ്. അപ്പോഴും നിങ്ങൾക്ക് മടക്ക് തോന്നുന്നുണ്ടെങ്കിൽ അപ്പൊ എന്ത് ചെയ്യും? നിങ്ങൾ റൊട്ടേറ്റ് ചെയ്തു, ട്വിസ്റ്റ് ചെയ്തു, പക്ഷെ ആ മടക്ക് പോയിട്ടില്ല. അപ്പൊ പിന്നെ എന്താ ചെയ്യുക? അത് പുറത്തേക്ക് എടുത്തിട്ട് ഒന്നും കൂടെ റീഇൻസേർട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി ഈ കപ്പ് ഞാൻ പറഞ്ഞില്ലേ, വൺസ് വാക്യൂം സീലൊക്കെ ക്രിയേറ്റ് ചെയ്തു, കപ്പ് കറക്റ്റ് ആയിട്ട് അവിടെ പൊസിഷനിലിരുന്നു, മുകളിലേക്കും ഇല്ല താഴേക്കും ഇല്ല എന്ന് പറഞ്ഞു. നമ്മളത് എങ്ങനെ ഊരിയെടുക്കും? എന്ത് റിലീസാവും? സക്ഷൻ, എക്സാക്ട്ലി. അപ്പൊ ഇനി ഇത് ഊരിയെടുക്കണമെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത് വാക്യൂം സീല് ബ്രേക്ക് ചെയ്യണം, അല്ലെ? നമ്മൾ നേരത്തെ തുള്ളിമരുന്ന് എടുത്തപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? സ്ക്വീസ് ചെയ്തു, അല്ലെ? വാക്യൂം പുറത്തേക്ക് പോയി ആ മരുന്ന് പുറത്തേക്ക് വരാൻ, അല്ലെ? അതേപോലെ തന്നെ ഇതും നമ്മൾ പിഞ്ച് ചെയ്തിട്ട് ഒന്ന് ടഗ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട്. അപ്പൊ അതെങ്ങനെയാന്ന് കാണിച്ചു തരാം. സോ സെയിം പ്രൊസീജിയർ. നമ്മുടെ ചൂണ്ട് വിരലെടുക്കുക, തള്ളവിരൽ യൂസ് ചെയ്യുക, അത് മെല്ലെ വെജൈനൽ ക്യാവിറ്റിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, പിഞ്ച് ചെയ്യുക അല്ലെങ്കിൽ സ്ക്വീസ് ചെയ്യുക, അതിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക. അങ്ങനെ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ ഈ വാക്യൂം സീല് ബ്രേക്ക് ആയിട്ട് വരും. ഇതല്ലേ വെജൈനൽ ക്യാവിറ്റി. ദിസ് ഇസ് ഹൗ ദ കപ്പ് സ്റ്റേ, അല്ലെ? ഇങ്ങനെ ഇവിടെ നമ്മുടെ വാക്യൂം സീൽ വന്നു. ഇത് നമ്മുടെ വെജൈനൽ വാളാണ്, റൈറ്റ്? അപ്പൊ നമ്മൾ ഈ രണ്ട് പേരും നമ്മുടെ തമ്പും ഇൻഡെക്സ് ഇത് വെച്ചിട്ട് നമ്മൾ ഇതിന്റെ ഉള്ളില് പിഞ്ച് ചെയ്തു. കൻ യു സീ വാട്ട് ഹാപ്പൻസ് ഹിയർ? ഞാനിങ്ങനെ പിഞ്ച് ചെയ്തു, ട്വിസ്റ്റ് ചെയ്തു. അപ്പൊ എന്തുണ്ടാവണേ? ഈ ഇവിടെയുള്ള വാക്യൂം സീലാണ് ബ്രേക്ക് ആവുന്നത്. പിഞ്ച് ചെയ്യുക, ട്വിസ്റ്റ് ചെയ്യുക. ഈ വാക്യൂം സീല് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ then it is very easy for you to gently tug it out. Okay? നേരെ മറിച്ച് ഇത് കറക്റ്റ് ആയിട്ട് ഇരിക്കുക, ഇവിടെ നിന്ന് നമ്മൾ വലിച്ചിട്ട് കാര്യമുണ്ടോ? Never do that. Okay? ഈ ഇതിന്റെ സ്റ്റെം അല്ലെങ്കിൽ സ്റ്റോപ്പ് എന്ന് പറയുന്നത്
വലിച്ചു പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. ഓക്കെ, ഇത് നമ്മളിവിടെ ഇൻഡെക്സ് ഫിംഗർ തമ്പ് യൂസ് ചെയ്യാം, പിഞ്ച് ചെയ്യാം, ട്വിസ്റ്റ് ചെയ്യാം. ഓക്കെ, സ്ക്വീസ്, ട്വിസ്റ്റ്. അങ്ങനെ ചെയ്യുമ്പോൾ ഈ വാക്യൂം സീലാണ് ഇവിടെ ബ്രേക്ക് ആവുന്നത്. ഈ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ മെല്ലെ നമുക്കിതിനെ ടഗ് ചെയ്ത് പുറത്തേക്ക് എടുക്കാം. ഓക്കെ, അപ്പൊ പിന്നെ ഈ സ്റ്റോക്ക് എന്തിനാണ് ഈ സ്റ്റെപ്പ് ലൊക്കേറ്റ് ചെയ്യാൻ? ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൺസ് ഈ സാധനം നമ്മുടെ ഉള്ളിൽ ഇരുന്ന് കഴിഞ്ഞാൽ യു കാൻ സീ ഇറ്റ്, റൈറ്റ്? നമുക്ക് ആകെ തൊട്ട് നോക്കാനല്ലേ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് വെൻ യു പ്ലേസ് യുവർ ഹാൻഡ്സ് ബിറ്റ്വീൻ ദ ലെഗ്സ്, നമുക്ക് ഈ സ്റ്റെമ്മിനെ ഒന്ന് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇതിന്റെ സ്റ്റെമ്മിന്റെ ഭാഗം. ഓക്കെ, റൈറ്റ്? നൗ ഈ സ്റ്റെം നമ്മൾ ഇൻസേർട്ട് ചെയ്ത ശേഷം എങ്ങനെ ഇരിക്കണം? അപ്പൊ ഇതാണ് നമ്മുടെ ദ്വാരത്തിന്റെ ഈ രണ്ടറ്റം. ഓക്കെ, ഈ കപ്പ് ഇങ്ങനെ ഇരിക്കണം അതോ ഇങ്ങനെ ഇരിക്കണം? അകത്തോട്ടിരിക്കണം, ആണോ? സ്റ്റെം പുറത്ത്. അപ്പൊ സ്റ്റെം പുറത്ത് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ചെയറിൽ ഇരിക്കാൻ പറ്റുമോ? ചെയറിൽ ഇരിക്കാൻ പറ്റുമോ? കുത്തിക്കൊണ്ടില്ലേ? ഇങ്ങനെ ഇരിക്കണം. അപ്പൊ സ്റ്റെം മാത്രം പുറത്ത്. അപ്പോഴും നിങ്ങൾ എവിടെയെങ്കിലും ഇരിക്കുമ്പോ ഇത് അവിടെ ഇവിടെ ഒരു സൈഡിലൊക്കെ കുത്തിക്കൊള്ളില്ലേ? ഇവരെന്ത് ചെയ്യും? ഫുള്ളി ഇൻസൈഡ്. ദെൻ നിങ്ങൾ ലൊക്കേറ്റ് ചെയ്യുമ്പോഴേക്കും ഇവിടെ ഇൻസൈഡ് ഓൾ ഫിംഗേഴ്സ് ഓൾ ദ വേ ഇൻസൈഡ് ലൊക്കേറ്റ്, റൈറ്റ്? ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ കൈ മുഴുവനും ഇവിടെ വിരൽ മുഴുവനും അകത്തേക്ക് ഇടേണ്ടി വരില്ലേ? അപ്പൊ ഇറ്റ് ഷുഡ് ബി ജസ്റ്റ് അറ്റ് ദ ലെവൽ ഓഫ് ദ ലേബിയ എന്ന് പറയും. നമ്മുടെ ഈ വെജൈനൽ ദ്വാരത്തിന്റെ രണ്ട് സൈഡിന് നമ്മൾ ലേബിയ എന്ന് അതിന്റെ പേര് കേട്ടോ. അപ്പൊ ഈ ലേബിയയുടെ ലെവലിൽ അത് മുകളിലേക്കും നിൽക്കരുത്, താഴേക്കും നിൽക്കരുത്. ഇറ്റ് ഷുഡ് ബി ജസ്റ്റ് അറ്റ് ദ ലെവൽ ഓഫ് ലേബിയ, സോ ദാറ്റ് നമ്മൾ നമ്മുടെ കൈ വെച്ച് ഇവിടെ വെറുതെ ആ ലേബിയയുടെ തൊട്ട് നോക്കുമ്പോൾ യു ക്യാൻ ലൊക്കേറ്റ് വെരി ഈസിലി. സോ ദിസ് വിൽ വെൻ യു സിറ്റ് ഓൺ എ സർഫേസ് അങ്ങോട്ടും ഇങ്ങോട്ടും മടങ്ങില്ല, കുത്തിക്കൊള്ളില്ല. എന്നാൽ യു ഡോണ്ട് ഹാവ് ടു ഇൻസേർട്ട് യുവർ ഫിംഗർ ഓൾ ദ വേ ഇൻ ജസ്റ്റ് ടു ലൊക്കേറ്റ് ദ ടോപ്പ്. Okay, all you have to do is place your hands ഇവിടെ ഈ ലേബിയയുടെ ഓപ്പണിങ്ങിന്റെ അവിടെ, നിങ്ങളുടെ വെജൈനൽ ഓപ്പണിങ്ങിന്റെ അവിടെ കൈ നിങ്ങൾ വെറുതെ ഒന്നും മെല്ലെ തൊടുമ്പോൾ തന്നെ will be able to locate the cup. Okay, so this is how it's supposed to be. It should never be this way. Okay, and you don't have to push it all the way up. Okay, മനസ്സിലായോ? Alright? Oh, ഇതാണ് നമ്മൾ ഇതിനെ എങ്ങനെ ഇൻസേർട്ട് ചെയ്യും, റൈറ്റ്? ഇനി ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെ നിൽക്കേണ്ടത്? How do you stand? നമ്മൾ അകത്തേക്ക് വെക്കുന്ന സമയത്ത് you can sit also. Okay, അപ്പോൾ in what position? Squat position. Okay, അതായത് ഇന്ത്യൻ ക്ലോസറ്റിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ടോയ്ലറ്റ് നമ്മൾ മുഴുവനായിട്ട് മുട്ടുകുത്തി ഇരിക്കണതാണ് സ്ക്വാറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണോ ഇരിക്കുക? യൂറോപ്യൻ ക്ലോസറ്റിൽ വെറുതെ സിറ്റ്. ഓക്കെ ഫൈൻ. സോ ദർ ആർ വേരിയസ് പൊസിഷൻസ് കേട്ടോ. ഒന്നെങ്കിൽ ഫോർ സം വിമൻ രണ്ടു കാലും അകത്തി വെച്ചിട്ട് ദേ ക്യാൻ ഡയറക്ട്ലി ഇൻസേർട്ട് ദിസ്. ദാറ്റ് ഇസ് വൺ വേ. ചില സ്ത്രീകൾക്ക് ഒരു കാല് മാത്രം പൊക്കി വെക്കുക. അപ്പൊ അതെന്ത് ചെയ്യും? ഇപ്പൊ എന്താ പറയാ, യൂറോപ്യൻ ക്ലോസറ്റ് ഉള്ള ബാത്റൂംസ് ആണെങ്കിൽ ആ ക്ലോസറ്റിലേക്ക് ഒരു കാല് പൊക്കി വെക്കാം. ഇനി അതല്ല ടബുള്ള വാഷ്റൂംസ് ആണെങ്കിൽ ഒരു കാല് ടബിന്റെ അറ്റത്തേക്ക് വെക്കാം. ഇത് രണ്ടും ഇല്ലാത്ത ടോയ്ലറ്റ്സ് ആണെങ്കിൽ ഒരു ബക്കറ്റ് കമഴ്ത്തി വെച്ചാൽ മതി. ആ കമഴ്ത്തി വെച്ച ബക്കറ്റിന് മീതെ നമുക്ക് ഒരു കാല് വെക്കാം. ഓക്കെ, so these are the positions. പിന്നെ if not, like ma'am said, ഒരു യൂറോപ്യൻ ക്ലോസറ്റ് ഉണ്ടെങ്കിൽ അത് ഇരുന്നിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, but usually people find it more convenient when they are standing with legs apart or ഒരു കാല് മാത്രം പൊക്കി വെക്കുമ്പോൾ. ഇനി ഇതിനെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെയാണോ നമ്മൾ ഇതിന് വെക്കാൻ പോണത്? നമ്മൾ ഫോൾഡ് ചെയ്ത ശേഷം നമ്മൾ നേരെ മുകളിലേക്കാണോ പ്ലേസ് ചെയ്യുന്നത്? ആണോ? ചെരിച്ചു വെക്കണം. എങ്ങോട്ട് ചെരിച്ചു വെക്കണം? സ്പൈനിലേക്ക്. ഓക്കെ, അപ്പൊ അതെന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും പെൽവിസ്, ഈ ഭാഗം നമ്മൾ പെൽവിസ് എന്നല്ലേ പറയണത്. ഈ പെൽവിസ് ഒന്നും നേരെ സ്ട്രെയിറ്റ് അല്ല. നമ്മുടെ എല്ലാവരുടെയും പെൽവിസിന് ഒരു ചെരിവുണ്ട്. ഓക്കെ, അപ്പൊ ആ ചെരിവിന്റെ ആ ഡിറക്ഷൻ അനുസരിച്ച് വേണം നമുക്ക് ഈ മെൻസ്ട്രൽ കപ്പ് പ്ലേസ് ചെയ്യാൻ. അപ്പൊ നമുക്കത് എങ്ങനെയാ മനസ്സിലാവുക? നമ്മുടെ ഈ നടുഭാഗമാണ് നമ്മുടെ മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഡിറക്ഷൻ എന്ന് വെച്ചാൽ പുറകോട്ട് മുകളിലേക്ക്. ഓക്കെ, ഡയഗണൽ ആയിട്ട് വേണം ഇത് പ്ലേസ് ചെയ്യാൻ. അല്ലാണ്ട് നേരെ മുകളിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് വരില്ല. ബിക്കോസ് നമ്മുടെ വെജൈനൽ ക്യാവിറ്റി എന്ന് പറയുന്നത് ബാക്കിലേക്കും മുകളിലേക്കും ഡയഗണൽ ആയിട്ട്, നമ്മുടെ ഈ നടുവിന്റെ ഈ ഭാഗം തൊട്ട് നടുവിന്റെ ഭാഗം വരെ ഒരു ലൈൻ വരച്ചാൽ ഡയഗണൽ ആയിട്ടല്ലേ വരിക.
ആ ഡയഗണൽ ഡിറക്ഷനിൽ വേണം നമ്മൾ ഈ കപ്പിനെ പ്ലേസ് ചെയ്യാൻ. ഓക്കെ, സോ ഇനി ഡിറക്ഷൻ കാണിച്ചു തരാം. അപ്പം സ്ലാൻഡിലോട്ട് നമ്മൾ അപ്വേർഡ്സ് ആൻഡ് ഇങ്ങനെ ടിൽറ്റ് ചെയ്തിട്ട് ടുവേർഡ്സ് ദ സ്പൈൻ ഇങ്ങനെ കയറ്റണം. നേരെ ഇങ്ങനെ കയറിയാൽ കയറൂല. ടുവേർഡ്സ് ദ സ്പൈൻ ഇങ്ങനെ. ഇതാണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം. പിന്നെ ആദ്യം ഞാൻ പറഞ്ഞ കാര്യമില്ലേ, കപ്പ് ഉപയോഗിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? കൈ നല്ലോണം വാഷ് ചെയ്യണം. ഓക്കെ, അതൊരിക്കലും മറക്കരുത് കേട്ടോ. ഫൈൻ. ഇനിയിപ്പോ നേരത്തെ പറഞ്ഞ പൊസിഷൻ ഇല്ലേ, നമ്മൾ ഫുൾ സ്ക്വാറ്റ്, അതായത് നമ്മളൊരു ഇന്ത്യൻ ടോയ്ലറ്റ് യൂസ് ചെയ്യുമ്പോൾ മുട്ടുകുത്തി മുഴുവനായിട്ട് ഇരിക്കില്ലേ, അതെപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുക? ആ പൊസിഷൻ റിമൂവ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, കാരണം നമ്മൾ അങ്ങനെ മുട്ട് മടക്കി മുഴുവനായിട്ട് ഇരിക്കുമ്പോൾ നമ്മുടെ ഈ അബ്ഡോമനിന്ന് താഴോട്ടാണ് പ്രഷർ വരിക അല്ലേ? നമ്മൾ സാധനം പ്രസവിക്കുമ്പോൾ ഒക്കെ കാണാറില്ലേ, നമ്മൾ കിടന്ന് നമ്മുടെ മുട്ടൊക്കെ മടക്കി ടൈസ് ഒക്കെ ബാക്കിലേക്ക് വെച്ചിട്ടല്ലേ? അതെന്തിനാ നമ്മൾ ചെയ്യണേ? ഇറ്റ്സ് കോൾഡ് ബെയറിംഗ് ഡൗൺ അല്ലേ? അപ്പോൾ നമ്മുടെ അബ്ഡോമനിലെ പ്രഷർ മുഴുവനും താഴേക്ക് വരുമ്പോൾ നമുക്ക് ഇതിനെ പുറത്തേക്ക് എടുക്കാൻ അത്രയും എളുപ്പമാവും. അതുകൊണ്ട് ഒരിക്കലും ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇന്ത്യൻ ടോയ്ലറ്റ് യൂസ് ചെയ്യുന്ന പോലെ മുഴുവനായിട്ട് മുട്ടുകുത്തി ഇരുന്ന് ഇൻസേർട്ട് ചെയ്യാൻ ശ്രമിക്കരുത്. അത് ഭയങ്കര ബുദ്ധിമുട്ടാവും. ഓക്കെ, റിമൂവ് ചെയ്യണ സമയത്ത് മാത്രം ചെയ്യണതാണ് ആ പൊസിഷൻ. ഇനി ഇത്ര നേരം ഞാനിപ്പോൾ എന്താ പറഞ്ഞത്? നമ്മൾ ചൂണ്ടുവിരലകത്തേക്ക് കയറ്റണു, തള്ളവിരൽ കയറ്റണു എന്നോ ദാറ്റ് റൈറ്റ്. നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും സമയത്ത് എപ്പോഴെങ്കിലും വിരലകത്തേക്ക് ഇട്ട് നോക്കിയിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് എന്താണ്? അങ്ങനെ ഒരു ഭാഗമേ ഇല്ല നമുക്ക് അല്ലേ? കാലിന്റെ ഇടയിൽ കുറച്ച് ഭാഗത്ത് ചിന്തിക്കാനേ പാടില്ല, കൈ വെക്കാനേ പാടില്ല, വിരലിടരുത്, ഒന്നും പാടില്ല അല്ലേ? അപ്പൊ അങ്ങനെയുള്ള നമ്മളോട് ഞാനിപ്പോ വിരലകത്തേക്ക് വെക്കണം, ഫോൾഡ് ഉണ്ടോ നോക്കണം, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ അത്? പറ്റും. പറയണ പോലെ കോംപ്ലിക്കേറ്റഡ്, യു ആർ റൈറ്റ്. അതെ, നമുക്ക് കുറെ കൂടെ നാച്ചുറൽ ആയിട്ട് വരും എന്നുള്ളത്. In you. True. But then one problem is, ഒട്ടുമിക്ക സ്ത്രീകളോട് നമ്മൾ വിരലകത്തേക്ക് വെക്കണം എന്ന് പറയുമ്പോൾ തന്നെ ലൈക്ക് നോ, എന്തായാലും ഇല്ല, വേദനിക്കും, പേടി, അങ്ങനെയുള്ള ധാരണകളാണ് മനസ്സിൽ അല്ലേ? സോ അതിന് വാട്ട് യു ക്യാൻ ഡു ഇസ്, നിങ്ങൾ എല്ലാവരും കവിളൊന്നും തൊട്ട് നോക്കൂ. നിങ്ങളുടെ കവിള് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? കവിള് തൊടുമ്പോൾ എന്താ തോന്നണേ? സ്മൂത്ത് ആണ്, ഡ്രൈ ആണ് അല്ലേ? ഇനി വായിലേക്ക് നമ്മൾ വിരലെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ തോന്നുക? മോയിസ്റ്റ് ആണ്, നനവുണ്ട് അല്ലേ? കുറച്ച് റഫ് ആയിട്ടുള്ളൊരു സർഫസ് അല്ലേ? നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആദ്യം വിരൽ വെച്ച് തേച്ചു എന്ന് വരും റൈറ്റ്? അല്ലെങ്കിൽ ബ്രഷ് വെച്ച് തേക്കണോ? നിങ്ങൾക്ക് വേദനിക്കാറുണ്ടോ? ഉണ്ടോ? നിങ്ങൾ നിങ്ങളുടെ മോണയൊക്കെ നല്ല വൃത്തിയാക്കി വയറിലൊക്കെ വെച്ച് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ വേദനിക്കാറുണ്ടോ? ഇല്ല. പക്ഷെ നിങ്ങൾക്ക് ആ തോന്നലുണ്ട് അല്ലേ? ആ വിരൽ തൊടുന്നതിന്റെ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നില്ലേ? ഓക്കെ, വിരല് വെച്ച് നിങ്ങൾ കുത്തുവോ അല്ലെങ്കിൽ ബ്രഷ് വെച്ച് ബ്രഷിന്റെ അറ്റം കുത്തുമ്പോഴല്ലേ വേദനയുള്ളൂ, അല്ലാണ്ട് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ വേദനയുണ്ടോ? ഇല്ല. ഇതേ സെയിം ഫീലിംഗ് ആണ് നമ്മുടെ വെജാനയുടെ ഉള്ളിൽ വിരൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വായന്റെ ഉള്ളിൽ വെക്കണം. അതേപോലെ തന്നെ ഒരു നനവും തോന്നും, അതേപോലെ ഒരു റഫ്നെസ്സും നമുക്ക് അനുഭവപ്പെടും. ആ സെയിം ഫീലിംഗ് ആണ്. നമ്മൾ വെറുതെ വിരൽ വെച്ച് കഴിഞ്ഞാൽ മാത്രം നമുക്ക് ഒരു വേദന ഉണ്ടാവില്ല. നമ്മൾ നമ്മുടെ വിരൽ വെച്ച് കുത്തിയൊന്നും നോക്കുന്നില്ലല്ലോ, മെല്ലെ നമ്മൾ വെക്കണല്ലേ ഉള്ളൂ അകത്തേക്ക്. അപ്പൊ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ യു വോണ്ട് ഹാവ് എനി പെയിൻ. ഓക്കെ, അപ്പൊ ഇപ്പൊ ഇത്രയും നമ്മൾ സംസാരിച്ചു. കപ്പിന് നമുക്ക് ആദ്യം കൈ വാഷ് ചെയ്യണം, പൊസിഷൻ വെക്കണം, കപ്പിന് നമുക്ക് മടക്കണം, അകത്തേക്ക് വെക്കുക, പിന്നെ വിരൽ വെച്ച് നോക്കുക, ചുറ്റും ഓടിക്കുക, ഇതൊക്കെ നമ്മൾ പറഞ്ഞില്ലേ? പക്ഷെ ഇതൊന്നും ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം മിസ്, ഒരു കണ്ണാടി, ഒരു ഹാൻഡ് മിറർ എടുക്കുക, രണ്ട് കാലും അടർത്തി വെക്കുക, എന്നിട്ട് ആ മിറർ വെറുതെ കാലിന്റെ ഇടയിൽ നിന്ന് വെച്ച് നോക്കുക. ആദ്യം നിങ്ങളുടെ അവിടെ കാലിന്റെ ഇടയിൽ എന്താണ് ഉള്ളത്, എങ്ങനെയാണ് അത് ഇരിക്കുന്നതെന്നൊന്നും നിങ്ങൾ തന്നെ അറിയണം. മറ്റാരും അറിഞ്ഞിട്ട് കാര്യമില്ല അല്ലേ? സോ ഫസ്റ്റ് നോ യുവർ ഓൺ അനാറ്റമി. നിങ്ങളുടെ ഓരോ ഓപ്പണിംഗ് എവിടെയാണ് വരുന്നത്? ഏറ്റവും മുകളിൽ യൂറേത്ര ഞാൻ പറഞ്ഞല്ലോ, പക്ഷേ യു നോട്ട് സീൻ യുവർ യൂറേത്ര യെറ്റ്. കറക്റ്റ്? ഐ ഹവ് സെഡ് ദാറ്റ് നമുക്ക് വെജൈനൽ ഓപ്പണിംഗ് ഉണ്ട്, ബട്ട് ഹാവ് യു സീൻ യുവർ വെജൈനൽ ഓപ്പണിംഗ് യെറ്റ്? നോ.
റൈറ്റ്? കാണാത്തൊരു ഭാഗത്തേക്ക് നിങ്ങൾ ആദ്യം തന്നെ ഒരു കപ്പിന് കയറ്റാൻ നോക്കിക്കഴിഞ്ഞാൽ പറ്റുമോ? അതെന്തായാലും ഒരു പേടി ഉണ്ടാവില്ലേ? അപ്പൊ ആ പേടി മാറണമെങ്കിൽ ആദ്യം ഒരു ഹാൻഡ് മിറർ എടുക്കുക, കാലിന്റെ ഇടയിൽ വെക്കുക, നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് ഒബ്സർവ് ചെയ്യുക. ഓക്കെ? അപ്പൊ എവിടെയാണ് ഓപ്പണിംഗ് എന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ധാരണ കിട്ടും. എന്നിട്ട് യു സ്റ്റാർട്ട് യൂസിങ് ദ കപ്പ്. കപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോൾഡ് ചെയ്യുക, അതിൻ്റെ അകത്തേക്ക് വെക്കുക, വിരൽ വെച്ച് നോക്കുക, ഫോൾഡ് ഉണ്ടോ ഇല്ലയോ, കറക്റ്റായിട്ട് ഓപ്പൺ ആയിട്ടുണ്ടോ ഇല്ലയോ, ഇതൊക്കെ നോക്കിയ ശേഷം കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ then you're done. That's it. ഇത്രേ ചെയ്യാനേ ഉള്ളൂ കപ്പ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ. ഓക്കെ? ഇനി ഒരു കപ്പ് നമ്മൾ അകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എപ്പോൾ അത് മാറ്റണം? നിങ്ങൾ സാധാരണ പാഡ്സ് ഒക്കെ എത്ര മണിക്കൂർ കഴിയുമ്പോഴാണ് മാറ്റുക? ഫ്ലോ അനുസരിച്ച്. ഓക്കെ. അപ്പൊ ഹെവി ഫ്ലോ ഉള്ള ആദ്യത്തെ 3 ദിവസങ്ങളാണെങ്കിൽ 2 hours മാറ്റുമോ? 3-4 hours അല്ലേ? ഓക്കെ. അപ്പൊ എല്ലാവരും പാഡ് 4 hours മാറ്റുമോ ഫസ്റ്റ് 3 days? ഇല്ല. ചിലര് മാറ്റും, ചിലര് ചിലപ്പോൾ 6 hours വരെയൊക്കെ പോകും അല്ലേ? അതേപോലെ തന്നെയാണ് കപ്പും. ഇറ്റ് വിൽ ഡിപ്പെൻഡ് ഓൺ ഈച്ച് പേഴ്സൺ, റൈറ്റ്? ഇപ്പൊ ചിലർക്ക് നല്ല ഫ്ലോ ഉള്ള ദിവസങ്ങളാണ്, 3 to 4 hours ആകുമ്പോൾ തന്നെ പാഡ് മാറ്റി ശീലമുള്ള ആൾക്കാരാണെങ്കിൽ യു ക്യാൻ ചേഞ്ച് ദ കപ്പ്, നോ പ്രോബ്ലം. ആ 3 hours or 4 hours ആകുമ്പോൾ തന്നെ നിങ്ങൾ കപ്പിന് പുറത്തേക്ക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ആ കപ്പിന്റെ ഏത് ലെവല് വരെയാണ് ബ്ലഡ് നിറഞ്ഞിരിക്കണമെന്ന്. സപ്പോസ് ഇതിന്റെ ഒരു ഭാഗേ ആയിട്ടുള്ളൂ, ദെൻ യു നോ ഓക്കെ 4 മണിക്കൂറായിട്ടും ഇത്രയും എത്തിയിട്ടുള്ളൂ ഹെവി ഫ്ലോ ഉള്ള ദിവസം. അപ്പൊ നാളെ 4 മണിക്കൂർ ആകുമ്പോൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു 5 മണിക്കൂർ 6 മണിക്കൂർ വരെയൊക്കെ എനിക്ക് സുഖമായിട്ട് പോവാം അല്ലേ? അപ്പൊ ഇതൊരു ട്രയൽ ആൻഡ് എറർ ആണ്. ഓക്കെ? ഇപ്പൊ നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാൻ പറ്റില്ല 6 മണിക്കൂർ ആകുമ്പോൾ തൊട്ടാൽ മതി കേട്ടോ, അതിന് മുമ്പ് നോക്കേ വേണ്ട എന്നൊരിക്കലും ഞാൻ പറയില്ല. ബിക്കോസ് ഇറ്റ് വിൽ ഡിപ്പെൻഡ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. യു ഹാവ് ടു ഫൈൻഡ് ഇറ്റ് ഔട്ട്. അപ്പൊ നിങ്ങളുടെ ഫസ്റ്റ് ഡേ യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു 4 hours ആകുമ്പോൾ തന്നെ യു ടേക്ക് ദ കപ്പ് ഔട്ട്, ചെക്ക്. എന്നിട്ട് കുറച്ചേ നിറഞ്ഞിട്ടുള്ളൂ, ഇനിയും 2-3 മണിക്കൂർ ഓടും എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ പിറ്റേ ദിവസം 3 മണിക്കൂർ ആകുമ്പോൾ മാറ്റേണ്ട ആവശ്യമില്ല. യു ക്യാൻ ഈസിലി വെയിറ്റ് ടു 5 to 6 hours. അപ്പൊ നിങ്ങൾ ഇനിയിപ്പോൾ ഇത് റിമൂവ് ചെയ്ത ശേഷം ഇത് എങ്ങനെയാണ് ഇതിന്റെ കണ്ടന്റ്സ് കളയാ? ക്ലോസറ്റില്. ഓക്കെ? ഇഫ് നോട്ട് സിങ്കില് ഓർ എനി വാഷ് ബേസിൻ, ഡസന്റ് മാറ്റർ. അപ്പൊ നിങ്ങളിത് പുറത്തേക്ക് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മിസ്, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പിൻ ചെയ്തു, ട്വിസ്റ്റ് ചെയ്തു, പുറത്തേക്ക് എടുത്തു. പുറത്തേക്ക് എടുത്ത് നിങ്ങൾ നേരെ ഇങ്ങനെയാണോ പുറത്തേക്ക് എടുക്കാൻ പോണേ? നമ്മൾ കാലിന്റെ ഇടയിൽ നിന്നല്ലേ പുറത്തേക്ക് എടുക്കുന്നത്. അപ്പൊ കാലിന്റെ ഇടയിൽ എടുക്കുമ്പോൾ ഇങ്ങനെ വരില്ലേ? അപ്പൊ അതിന്റെ ഉള്ളിൽ കണ്ടന്റ്സും ബ്ലഡും എല്ലാം താഴെ സ്പില്ലാവില്ലേ? അപ്പൊ എന്താ ചെയ്യാ? നമ്മളത് ശ്രദ്ധിച്ചെടുക്കണം അല്ലേ? ഓക്കെ. അപ്പൊ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, നമ്മളിത് പിൻ ചെയ്തു, ട്വിസ്റ്റ് ചെയ്യണു, അപ്പൊ ഇതിന്റെ ഉള്ളിലുള്ള ബ്ലഡ് മുഴുവനും പുറത്തേക്ക് തുളുമ്പില്ലേ എന്നുള്ളത്. അങ്ങനെ ഉണ്ടാവുമോ? ഇഫ് ഇറ്റ് ഇസ് ഫുൾ ദർ ആർ ചാൻസസ് അല്ലേ? ഓക്കെ. ഫുൾ ആവണമെങ്കിൽ എന്തായാലും ഒരു 8 to 10 hours ഒക്കെ ആവും ഈസിലി, റൈറ്റ്? ഓക്കെ. സോ വിച്ച് എവർ കേസ് ഇറ്റ് ഇസ്, വാട്ട് വി ഹാവ് ടു ഡു ഇസ്, നമ്മളിതിന് നമ്മുടെ ഇതിപ്പോ ഐ എം ജസ്റ്റ് ഷോയിങ് ഇറ്റ് ടു യു ദിസ് വേ, റൈറ്റ്? നമ്മളിതിനെ പുറത്തേക്ക് എടുത്തു അല്ലേ? ബട്ട് വെൻ വി ആർ ആക്ച്വലി ഡൂയിങ് ഇറ്റ് ഇസ് ഫ്രം ദിസ് ആംഗിൾ, കറക്റ്റ്? അപ്പൊ നമ്മൾ ഇങ്ങനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ പുറത്തേക്ക് എടുത്ത് നേരെ ഇങ്ങനെ കമത്തരുത് കേട്ടോ. വെൻ യു ടേക്ക് ഇറ്റ് ഔട്ട്, ഇഫ് യു ആർ ഗോയിങ് ടു ടിൽറ്റ് ഇറ്റ് ലൈക്ക് ദിസ്, അതിലുള്ള കണ്ടന്റ്സ് എന്തായാലും താഴെ വീണ് പോകും. സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ്, പുറത്തേക്ക് എടുക്കുമ്പോൾ ടേക്ക് ഇറ്റ് ഇൻ ദ സെയിം ആംഗിൾ, ഇതുപോലെ അപ്രൈറ്റ് പൊസിഷനിൽ വേണം നമ്മളിതിനെ പുറത്തേക്ക് എടുക്കാൻ. എന്നിട്ട് യു ഡംപ് ദ കണ്ടന്റ്സ് ഓർ എംപ്റ്റി ഇറ്റ് ഇൻ ടു എ വാഷ് ബേസിൻ ഓർ എ സിങ്ക് ഓർ എ ക്ലോസറ്റ്. ഓക്കെ? മനസ്സിലായല്ലോ? സോ നമ്മൾ അകത്തുനിന്ന് എടുക്കുമ്പോൾ സാധാരണ എടുക്കണ പോലെ ഇങ്ങനെയൊന്നും എടുക്കരുത്, നമ്മൾ ഇതേ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. എന്നിട്ട് വേണം സിങ്കിലേക്ക് ഒഴിക്കോ ക്ലോസറ്റിലേക്ക് ഒഴിക്കോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് കളയാം. കളഞ്ഞ ശേഷം പിന്നെ എന്താ ചെയ്യുക? അപ്പൊ തന്നെ നമ്മൾ ചൂടുവെള്ളം തിളപ്പിച്ചെടുക്കുമോ? പിന്നെ എന്ത് ചെയ്യും? കഴുകിയാൽ മതി. അതായത് നമ്മളിതിന്റെ കണ്ടന്റ്സ് കളഞ്ഞ ശേഷം റണ്ണിങ് വാട്ടർ, സാധാ ടാപ്പ് വെള്ളത്തില് ജസ്റ്റ് ഒന്ന് കഴുകി എടുക്കേണ്ട കാര്യമുള്ളൂ. അതോ നമ്മൾ ഈ നല്ലോണം സോപ്പൊക്കെ ഇട്ട് തേച്ച് മിനുക്കി എടുക്കണോ? വേണോ? നല്ല സെന്റഡ് ആയിട്ടുള്ള ഇന്റിമേറ്റ് വാഷ് ഒക്കെ യൂസ് ചെയ്തു, നമ്മൾ അതിനെ അങ്ങനെ എടുത്തു ഇങ്ങനെ ക്ലീൻ ചെയ്തതൊക്കെ വേണോ? അതിന്റെ ഒന്നിന്റെയും ആവശ്യമില്ല. ഓക്കെ? നോർമൽ ടാപ്പ് വാട്ടർ, ജസ്റ്റ് റണ്ണിങ് വാട്ടറിന്റെ അടിയിൽ വെറുതെ റിൻസ് ചെയ്തെടുക്കേണ്ട ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ. റിൻസ് ചെയ്തെടുക്കുക, നിങ്ങളുടെ കൈ നല്ലോണം സോപ്പിട്ട് കഴുകുക,
ആൻഡ് ദെൻ തിരിച്ച് നമ്മൾ അതേപോലെ ഫസ്റ്റ് ടൈം ചെയ്ത പോലെ തന്നെ വീണ്ടും ഇൻസേർട്ട് ചെയ്യാം. ഇത്രയേ ഉള്ളൂ ഒരു കപ്പ് ചേഞ്ച് ചെയ്യാനായിട്ട്. ഓക്കെ, നമ്മൾ സാധാരണ പാഡ് ചേഞ്ച് ചെയ്യുന്ന പോലെ തന്നെ യു ക്യാൻ ജസ്റ്റ് വാട്ട് യു ഹാവ് ടു ഡു ഇസ് പിഞ്ച് ചെയ്യുക, ട്വിസ്റ്റ് ചെയ്യുക, പുറത്തേക്ക് ഇതേ രീതിയിൽ ഇത് എടുക്കുക, നേരെ കണ്ടൻസ് എംപ്റ്റി ചെയ്യുക, വാഷ് ഇറ്റ് അണ്ടർ റണ്ണിങ് ടാപ്പ് വാട്ടർ. എന്നിട്ട് വീണ്ടും കൈ നല്ലോണം സോപ്പ് ഇടണം കേട്ടോ. സോപ്പിട്ട ശേഷം ആയിരിക്കും നമ്മൾ എന്തായാലും റിമൂവ് ചെയ്യാൻ കൈ ഇൻട്രൊഡ്യൂസ് ചെയ്യണത്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിനെ റിൻസ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഇഷ്ടമുള്ള ഫോൾഡിൽ ഫോൾഡ് ചെയ്യുക, പിന്നെയും നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് ഇത് ഇൻസേർട്ട് ചെയ്യും. ആൻഡ് അഗൈൻ another 6 or 7 hours or 8 hours later again you can do the same process. Alright? അപ്പൊ ഇതിപ്പോ നേരത്തെ മാഡം സ്റ്റെറിലൈസ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. അപ്പൊ നമ്മൾ എപ്പോഴാണ് സ്റ്റെറിലൈസേഷൻ ചെയ്യേണ്ടത്? സ്റ്റാർട്ടിങ് ദ സൈക്കിൾ. സൈക്കിൾ കഴിയുമ്പോഴോ? അപ്പൊ സൈക്കിളിന്റെ ഇടയിൽ വേണ്ട അല്ലേ? ഓക്കെ, ഫൈൻ. അപ്പൊ ഡേ 1 ഓഫ് ദ സൈക്കിൾ, ആദ്യത്തെ ദിവസം നമ്മൾ അലമാരിയിൽ നിന്ന് ഇത് പുറത്തേക്ക് എടുത്ത ശേഷം നമുക്കിത് സ്റ്റെറിലൈസ് ചെയ്യണം. പിന്നെയുള്ള ഡേ 2, ഡേ 3, ഡേ 4 എത്ര ദിവസങ്ങൾ പീരീഡ് ഉണ്ടോ, എത്ര പ്രാവശ്യം മാറ്റണം, അപ്പോഴൊന്നും സ്റ്റെറിലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾ യു ഹാവ് ടു ഡു ഇസ് ജസ്റ്റ് വാഷ് ഇറ്റ് അണ്ടർ ടാപ്പ് വാട്ടർ. എന്നിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ അകത്തേക്ക് വെക്കുക ചെയ്യാം. എന്നിട്ട് ലാസ്റ്റ് ഡേ ഓഫ് ദ സൈക്കിൾ, അതിപ്പോൾ 7ാമത്തെ ദിവസം ആവാം, 8ാമത്തെ ദിവസം ആവാം, ചിലർക്ക് 6ാമത്തെ ദിവസം ആവാം, ഏത് ദിവസമാണോ നിങ്ങൾ ഏകദേശം കഴിഞ്ഞു എന്ന് നിങ്ങളൊരു ധാരണ ഉറപ്പ് വരുത്തിയ ശേഷം അന്ന് ഈ കപ്പിന് നമ്മൾ ടാപ്പ് വാട്ടറിൽ കഴുകിയ ശേഷം നമുക്ക് ഒന്നും കൂടെ സ്റ്റെറിലൈസ് ചെയ്തിട്ട് അലമാരി തിരിച്ചു വയ്ക്കാം. അപ്പോൾ 2 പ്രാവശ്യം മാത്രമേ നമ്മൾ സ്റ്റെറിലൈസേഷൻ ചെയ്യുള്ളൂ. ഒന്ന് ഡേ 1, പിന്നെ ഒന്ന് ലാസ്റ്റ് ഡേ ഓഫ് ദ സൈക്കിൾ അല്ലേ. ഇനി സ്റ്റെറിലൈസ് ചെയ്യണം എങ്ങനെയാണ്? സാധാരണ നമ്മൾ കുഞ്ഞുങ്ങളുടെ നിപ്പിളൊക്കെ സ്റ്റെറിലൈസ് ചെയ്യണ പോലെ വെള്ളത്തിൽ നമ്മളൊരു 1.5 മണിക്കൂർ തിളപ്പിച്ചെടുക്കേണ്ട കാര്യമുണ്ടോ? വേണോ? 5 minutes. പക്ഷെ യു ഹാവ് ടു ബോയിൽ ഇറ്റ് അലോങ് വിത്ത് വാട്ടർ. വേണോ? നമ്മൾ നിപ്പിൾസ് അല്ലെങ്കിൽ പാസിഫയേഴ്സ് ഒക്കെ ബോയിൽ ചെയ്തെടുക്കണ പോലെ ബോയിൽ ചെയ്യണോ ഇത്? വേണ്ട. ഓക്കെ, എവ്രിബഡി ഈസ് യൂസ് ടു സ്റ്റെറിലൈസിങ് ഫീഡിങ് ബോട്ടിൽസ് ആൻഡ് നിപ്പിൾസ് അല്ലേ? അതുപോലെ ചെയ്യേണ്ട ആവശ്യമില്ല. അതിൽ നമ്മൾ എന്താ ചെയ്യണേ? യു ഹാവ് ഇലക്ട്രിക് സ്റ്റെറിലൈസേഴ്സ് ഓർ നമ്മൾ സാധാരണ അടുപ്പത്ത് വെള്ളം നമ്മൾ തിളപ്പിക്കാൻ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് എല്ലാം പാസിഫയേഴ്സും നിപ്പിൾസും വെച്ച് വെള്ളവും തിളയ്ക്കും, ഇതും തിളയ്ക്കും അല്ലേ? പക്ഷെ അങ്ങനെയൊന്നും ഇവിടെ ചെയ്യേണ്ട കാര്യമില്ല. ഓൾ യു ഹാവ് ടു ഡു ഇസ് ഒരു പാത്രം എടുക്കുക, വെള്ളം നല്ലോണം തിളപ്പിച്ച് സ്റ്റൗ ഓഫ് ആക്കിയ ശേഷം അതിനെ പുറത്തേക്ക് ഇറക്കി വെക്കുക. ആ ചൂടോട് നിൽക്കണ തിളച്ച് കഴിഞ്ഞിട്ടുള്ള വെള്ളത്തിലേക്ക് ഈ കപ്പ് ഒരു 5 മിനിറ്റ് മുക്കി വെക്കേണ്ട ആവശ്യമുള്ളൂ. ജസ്റ്റ് 4 to 5 minutes ആ വെള്ളത്തിലേക്ക് ഈ കപ്പ് ഒന്ന് മുക്കി വെച്ച് കഴിഞ്ഞാൽ യുവർ സ്റ്റെറിലൈസേഷൻ ഇസ് ഡൺ. ഓക്കെ, അല്ലാതെ നമ്മൾ സാധാരണ കുഞ്ഞുങ്ങളുടെ ഫീഡിങ് ബോട്ടിൽ നിപ്പിളും പാസിഫയർ ഇട്ട് കുറേ മണിക്കൂറോളം തിളപ്പിച്ചെടുത്ത് അങ്ങനെ ഗ്യാസ് കളയേണ്ട കാര്യമൊന്നുമില്ല അതിന്. ഓക്കെ, ദിസ് ഇസ് മെഡിക്കൽ ഗ്രേഡ് സിലിക്കോൺ. അത്രയും കാര്യമായിട്ട് സ്റ്റെറിലൈസേഷൻ്റെ ആവശ്യം വരുന്നില്ല. യു ജസ്റ്റ് ഹാവ് ടു പ്ലേസ് ഇറ്റ് ഇൻ ഓൾറെഡി ബോയിൽഡ് ഹോട്ട് വാട്ടറിലേക്ക് 4-5 മിനിറ്റ് മുക്കി വെക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അത് എപ്പോഴൊക്കെയാണ് ചെയ്യേണ്ടത്? സൈക്കിളിന്റെ ആദ്യത്തെ ദിവസവും പിന്നെ അവസാനത്തെ ദിവസം അല്ലേ? അല്ലാണ്ട് ഓരോ പ്രാവശ്യം നമ്മുടെ പുറത്തതെടുത്ത് കഴുകി അപ്പം തന്നെ വീണ്ടും സ്റ്റെറിലൈസ് ചെയ്യുക, വീണ്ടും വെക്കുക, അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യവുമില്ല. ഓക്കെ, ഇത്രയും മനസ്സിലായോ? ഓൾ റൈറ്റ്, ഫൈൻ. ഇനി കപ്പ് നമ്മൾ കപ്പ് ഇട്ടിരിക്കുന്ന സമയത്ത് മൂത്രം ഒഴിക്കാനോ ടോയ്ലറ്റിൽ പോകാനോ പറ്റുമോ? അതെങ്ങനെ പറ്റും? 3 സെപ്പറേറ്റ് ഓപ്പണിങ്സ് മാത്രമല്ല, 3 സെപ്പറേറ്റ് പാസേജസ് ആണ് അല്ലേ? നമ്മുടെ മൂത്രദ്വാരത്തിന്റെ മുകളിൽ എന്താ ഇരിക്കുന്നത്? അല്ല, അകത്ത് മൂത്രദ്വാരം കഴിഞ്ഞാൽ പിന്നത്തെ വരണ ബാക്കി എന്താണ്? അതിന്റെ ബാക്കി ഭാഗം. ഇപ്പൊ വെജൈനയുടെ ബാക്കി ഭാഗം സെർവിക്സും യൂട്രസ് ആണെന്നൊക്കെ പറഞ്ഞു. മൂത്രദ്വാരത്തിന്റെ ബാക്കി ഭാഗം എന്താ? ബ്ലാഡർ അല്ലേ? മൂത്രസഞ്ചി, isn't it? ഓക്കെ, അതും ഇതായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഇല്ല, അതൊരു സെപ്പറേറ്റ് ടണലാണ്, റൈറ്റ്? ഇനി മലദ്വാരം കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഉള്ളിലേക്ക്? ഇൻറ്റസ്റ്റൈൻ അല്ലേ? നമ്മുടെ റെക്ടം, പിന്നെ കൊളോൺ അല്ലെ? ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ അവസാനത്തെ അറ്റാണല്ലോ മലദ്വാരം എന്ന് പറയുന്നത്. അപ്പൊ അതും നമ്മുടെ ഈ യൂട്രസോ വെജാനായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഇല്ല. അപ്പൊ ഇത് 3 സെപ്പറേറ്റ് പാസേജസ് ആണ്, isn't it? അപ്പൊ അതുകൊണ്ട് കപ്പ് നമ്മുടെ വെജാനയുടെ ഉള്ളിൽ ഇരിക്കണ സമയത്തൊക്കെ നമുക്ക് മൂത്രം ഒഴിക്കാം, സ്റ്റൂളും പാസ്സാക്കാം. There is absolutely no problems in having either process at the same time. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ടോയ്ലറ്റിൽ പോകണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നൊരു ലീക്ക് വേണം, പീ ചെയ്യണം, അതിനൊക്കെ യു ഡോണ്ട് ഹാവ് ടു ബോദർ ടു റിമൂവ് ദ കപ്പ് ആൻഡ് ദെൻ യൂസ് ദ വാഷ്റൂം.
അതിൻ്റെ യാതൊരു ആവശ്യവും വരുന്നില്ല. റൈറ്റ്? ഓക്കെ. ഇനി കല്യാണം കഴിക്കാത്ത കുട്ടികൾക്ക് ഈ കപ്പ് യൂസ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ സെക്ഷൽ ആക്ടിവിറ്റി ഇല്ലാത്തവർക്ക്, ഇതുവരെ ഇല്ലാത്തവർക്ക് ഈ കപ്പ് യൂസ് ചെയ്യാമോ? ഹൗ, വൈ ഓർ വൈ നോട്ട്? സോ പറ്റുമോ? നിങ്ങൾ നിങ്ങളുടെ 14 വയസ്സിലെങ്കിൽ 15 വയസ്സായ മകൾക്ക് ഈ കപ്പ് യൂസ് ചെയ്യാൻ കൊടുക്കുമോ? അവർക്ക് കൊടുക്കാൻ പറ്റുമോ? ഓക്കെ, വൈ? അതെ, ഓപ്പണിങ്സ് ഇസ് ഓൾവേസ് എൻ ഓപ്പണിംഗ്, റൈറ്റ്? ഓൾ ഓഫ് us ആർ ബോൺ വിത്ത് ദ വജൈനൽ ഓപ്പണിംഗ് ഇൻടാക്ട്, അല്ലേ? അതോ നമ്മൾ സാധാരണ ഹൈമൻ ഇതിനെ ഫുൾ മറയ്ക്കുന്നു, ഹൈമൻ പൊട്ടിപ്പോകും എന്നൊക്കെ പറയുന്ന ഡൗട്ട്സ് ഉണ്ട് കുറേ പേർക്ക്. അങ്ങനത്തെ ഡൗട്ട്സ് ഇവിടെ ഉള്ളവർക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ഉണ്ടോ? കപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വെർജിനിറ്റി നഷ്ടമാവും എന്നൊക്കെ ആരെങ്കിലും എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഡോക്ടേഴ്സ് തന്നെ ഇത് റെക്കമെൻഡ് ചെയ്തില്ല എന്ന് പറഞ്ഞു. ബിക്കോസ് ഓഫ് ലോസ് ഓഫ് വെർജിനിറ്റി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അത് ആക്ച്വലി ഒരു തെറ്റിദ്ധാരണയാണ് കേട്ടോ. സി, വെർജിനിറ്റി എന്ന് പറയുന്നത് ആക്ച്വലി വാട്ട് ഇസ് ഇറ്റ് ഇക്വേറ്റ്? എന്താണ് ഈ വെർജിനിറ്റി? എന്താണ് അവിടെ പൊട്ടുന്നത് അല്ലെങ്കിൽ നഷ്ടമാവുന്നത്? എന്താണ്? ഹൈമൻ, റൈറ്റ്? ഇസ്ന്റ് ഇറ്റ്? ഓക്കെ, അപ്പൊ ഈ ഹൈമൻ എന്ന് പറയുന്ന സാധനം എന്താ? മെംബ്രെയിൻ. ഓക്കെ, ഒരു ടിഷ്യൂ. അപ്പൊ അത് എങ്ങനെയാണ്? ഇപ്പൊ ഇത് വെജൈനൽ ഓപ്പണിംഗ് ആണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ മറച്ചു വെച്ചേക്കുന്ന ഒരു പാട പോലത്തെ സാധനമാണോ? ഇതാണ് പൊതുവെ എല്ലാ സ്ത്രീകളും പറയുന്നത്, ഒരു പാട പോലത്തെ സാധനമാണ്. അതിങ്ങനെ ഇതിനെ മറച്ചു വെക്കും. അങ്ങനെയാണോ? ഹൗ ഇസ് ഇറ്റ് ദെൻ? യു സെഡ് ഇറ്റ്സ് എ മെംബ്രെയിൻ, റൈറ്റ്? അപ്പൊ അത് എങ്ങനെ ഇരിക്കണം? ഈ മെംബ്രെയിൻ എവിടെ ഇരിക്കുന്നത്? സംതിങ് ഇസ് ബ്രേക്കിംഗ് സംവെയർ. അങ്ങനെയാണല്ലോ ഈ കോൺസെപ്റ്റേ വന്നത്, അല്ലേ? അപ്പൊ വേർ ഇസ് ദിസ് സംതിങ് പ്ലേസ്ഡ്? ഇതിങ്ങനെ ഒരു കവറിംഗ് ആയിട്ട് ഇരിക്കണതാണോ? ഞാൻ ചോദിക്കാൻ കാരണം എൻ്റെ അടുത്ത് പല സ്ത്രീകളും അങ്ങനെ പറഞ്ഞേക്കണേ, ഇതൊരു പാട പോലത്തെ സാധനമാണ്, ഇത് നമ്മുടെ ദ്വാരമാണെങ്കിൽ ഇതിനെ ഇങ്ങനെ മറച്ചു വെക്കണ ഒരു സാധനമാണ് ഹൈമൻ. അങ്ങനെയാണോ? ആണോ? അല്ല. ഹൈമൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് മെംബ്രെയിൻ ഓർ എ ടിഷ്യൂ. ഓക്കെ, ഈ ടിഷ്യൂ ഒരു റിംഗ് ഷേപ്ഡ് സാധനമാണ്. ഓക്കെ, ഒരു മോതിരം, വിച്ച് മീൻസ് അതിൻ്റെ ഉള്ളിൽ ഓപ്പണിംഗ് ഉണ്ട്, ഇസ്ന്റ് ഇറ്റ്? ഓക്കെ, അപ്പൊ ഈ റിംഗ് ഷേപ്പ് അങ്ങനെ ഒരു സാധനമേ അല്ല അത്. ഓക്കെ, ഇൻസ്റ്റെഡ് ഇറ്റ് ഇസ് എ റിംഗ് ഷേപ്ഡ് സ്ട്രക്ചർ ഇൻസൈഡ് ദ വെജൈനൽ കനാൽ, വിച്ച് മീൻസ് ദി ഓപ്പണിംഗ് ഇസ് ഓൾവേസ് ദർ, റൈറ്റ്? ഓക്കെ, ഇനി ഈ റിംഗ് ഷേപ്ഡ് സ്ട്രക്ചർ അഥവാ ഹൈമൻ ഇത് എപ്പോഴാണ് ഈ പൊട്ടുന്നത്? ഇസ് ഇറ്റ് ഓൺലി ഡ്യൂറിങ് സെക്ഷൽ ഇന്റർകോഴ്സ്? പിന്നെ എപ്പോഴാണ് പൊട്ടുക? വെരി ഗുഡ്. നമ്മൾ വളരെ വിഗറസ് ആയിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ ഇത് പൊട്ടാൻ നല്ല സാധ്യതയുണ്ട്. ആൻഡ് ലോട്ട് ഓഫ് കിഡ്സ് ഡോണ്ട് ഇവൻ റിയലൈസ് ഇറ്റ്. ഓക്കെ, ഇപ്പൊ ചെറുപ്പത്തിലൊക്കെ മരം കയറാൻ നല്ല താല്പര്യം പെൺകുട്ടികൾ ഉണ്ടാവില്ലേ? അവർക്കൊക്കെ ഇത് അപ്പോഴേ പൊട്ടിയിട്ടുണ്ടാവും. സൈക്ലിംഗ്, ജോഗിങ്, സ്വിമ്മിങ്, നന്നായി ഡാൻസ് ചെയ്യുന്ന കുട്ടികൾ, അങ്ങനെയുള്ള ഫിസിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള മിക്ക പെൺകുട്ടികൾക്കും ദിസ് ഹൈമൻ വിൽ ഓൾറെഡി ബി ബ്രോക്കൺ, ബിക്കോസ് ഇറ്റ്സ് എ വെരി ഡെലിക്കേറ്റ് തിങ്. അത് അത്ര സ്ട്രോങ് ആയിട്ടിരിക്കുന്ന ഒരു സാധനമൊന്നും അല്ല അത്. ആൻഡ് ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് ഇറ്റ് ഇസ് ബ്രോക്കൺ ഓൺലി ത്രൂ സെക്ഷൽ ഇന്റർകോഴ്സ്. ഇങ്ങനെ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുമ്പോഴൊക്കെ ഇറ്റ് ക്യാൻ ഗെറ്റ് ബ്രോക്കൺ, ബട്ട് സോ വാട്ട്? അതുകൊണ്ട് എന്തുണ്ടാവണേ? അവിടെ എന്തെങ്കിലും നഷ്ടം വരുന്നുണ്ടോ? ഇല്ല. സോ ഹൈമൻ ഈക്വൽസ് വെർജിനിറ്റി എന്ന് പറയുന്നത് തികച്ചും നമ്മൾ മനുഷ്യന്മാർ മാത്രം ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു കോൺസെപ്റ്റാണ്. ഓക്കെ, അത് സയന്റിഫിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് അട്ടർ നോൺസെൻസ്. ഓക്കെ, അതുകൊണ്ട് കല്യാണം കഴിക്കാത്ത കുട്ടികൾക്ക് കപ്പ് യൂസ് ചെയ്താൽ പ്രോബ്ലം അല്ലേ എന്നൊരു ചോദ്യത്തിന് ഇവിടെ പ്രസക്തി ഉണ്ടോ? ഇല്ല, യാതൊരു റെലവൻസ് ഇല്ലാത്തൊരു ചോദ്യമാണത്. ഓക്കെ, സി, എ കപ്പ് ക്യാൻ ബി യൂസ്ഡ് ബൈ എനി ചൈൽഡ് ഹു ഹാസ് അച്ചീവ്ഡ് പ്യൂബർട്ടി. ഓൾറൈറ്റ്, പീരിയഡ് സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ ദേ ക്യാൻ യൂസ് ഇറ്റ്.
It's just that some gynecologists say that for a 13-year-old, 14-year-old, 15-year-old ഒക്കെ ആകുമ്പോൾ അത്രയും മെച്യൂരിറ്റി പോരാ. അപ്പൊ ചിലപ്പോൾ കൈ നല്ലോണം സോപ്പിട്ടൊക്കെ കഴുകി അല്ലെങ്കിൽ നഖമൊക്കെ ക്ലീൻ ആക്കി വെക്കണ ഒരു പ്രായം അല്ലാത്തതിനാലായിരിക്കും what they say is ആ പ്രായത്തിൽ കൊടുക്കണ്ട, ഒരു 16 or 17 ഒക്കെ ആവട്ടെ. സോ ദാറ്റ് കുറച്ചും കൂടി ഒരു ബോധമുണ്ട് അവർക്ക്. ദേ നോ ദാറ്റ് ഓക്കെ കുറച്ചുകൂടി മെച്യൂരിറ്റിയോട് ഇത് കൈകാര്യം ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് വി ജനറലി സേ വെയിറ്റ് ടിൽ ദേ ടേൺ 15, 16 or 17. ഓക്കെ, നമ്മൾ നേരെ മറിച്ച് യു ഹാവ് ചിൽഡ്രൻ 12 ഇയേഴ്സിലും 13 ഇയേഴ്സിലും ദേ ആർ ഓൾ ഗെറ്റിംഗ് ദർ പ്യൂബർട്ടി നവഡേയ്സ്, റൈറ്റ്? ഇപ്പോൾ പ്യൂബർട്ടി അച്ചീവിംഗ് ഏജ് ഹസ് ഗോൺ ഡൗൺ, isn't it? കൺസിഡറിങ് അവർ ലൈഫ് സ്റ്റൈൽ ആൻഡ് കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങളും, അല്ലേ? അപ്പോൾ 10 വയസ്സ് അല്ലെങ്കിൽ 12 വയസ്സിൽ കുഞ്ഞിൻ്റെ അടുത്ത് നമ്മൾ കൈ നല്ലോണം സോപ്പിട്ട് കഴുകണം, നമ്മൾ നഖമൊക്കെ നന്നായി നീറ്റായിട്ട് വെക്കണം, എന്നിട്ടാണ് നമ്മൾ ഇതിനെ പ്ലേസ് ചെയ്യാനൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ they may not approach it with the same maturity that all of you do. That is why some doctors say കുട്ടികൾക്ക് കൊടുക്കണ്ട. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് അവരുടെ വെർജിനിറ്റി നഷ്ടമാവുന്നോ ഹൈമൻ ബ്രേക്ക് ആവുന്നോ അത് ഉദ്ദേശിച്ചിട്ടല്ല. ഓക്കെ, സോ വി സേ ഇഫ് യു ആർ 15 years old you can use it. If you're 16 or 17 or 18, any age after that, you can use it, no problem. Absolutely no issues. The only thing is you have to mature enough to keep your hands clean. Okay? You have to mature enough to know how to keep your genital area clean. അത് മാത്രം നമ്മൾ നോക്കേണ്ട ആവശ്യം. Alright? Fine. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ചാൻസസ് വളരെ കുറവാണ്. ബിക്കോസ് ലൈക്ക് ഐ സെഡ് ഇത് മെഡിക്കൽ ഗ്രേഡ് സിലിക്കോൺ ആണ്. സോ ദിസ് ഇസ് കമ്പാറ്റബിൾ വിത്ത് ദി ഇന്റേണൽ എൻവയൺമെന്റ് ഇൻസൈഡ് അസ്. ഓക്കെ, നമ്മളിപ്പോൾ കോൺടാക്ട് ലെൻസ് യൂസ് ചെയ്യണോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ നമ്മുടെ ഉള്ളിൽ ആൻജിയോപ്ലാസ്റ്റിക് സ്റ്റെൻറ്റ് വെക്കുന്നു, ഓൾ ദീസ് ആർ മെയ്ഡ് ഓഫ് മെറ്റീരിയൽ ദറ്റ് ഇസ് കമ്പാറ്റബിൾ വിത്ത് ദ ബോഡി, റൈറ്റ്? അതുകൊണ്ടാണ് ഒരു അലർജിയോ റിയാക്ഷനോ ഇല്ലാത്തത്. നമ്മളാകെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇസ് ഉപയോഗിക്കുന്ന കപ്പിന്റെ സൈസ് അനുസരിച്ചിട്ടാണ് നമ്മുടെ കംഫർട്ട് ഇരിക്കുന്നത്. ഓക്കെ, and you know that cups are available in small, medium, large size, right? ചില ബ്രാൻഡിൽ മീഡിയം ലാർജ് മാത്രമായിരിക്കും, ചില ബ്രാൻഡിൽ 3 സൈസസ് അവൈലബിൾ ആണ്. അപ്പം അതിൽ നമുക്ക് അനുയോജ്യമായിട്ടുള്ളൊരു സൈസുള്ളൊരു കപ്പാണ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ then there is no chances of a discomfort or an irritation there. നേരെ മറിച്ച് if it is too big for us, naturally if it is big for our vaginal canal, നമ്മൾ അകത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ വെക്കുമ്പോൾ തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അത് കഴിയുമ്പോൾ നമുക്കൊരു ഈസിനെസ് കിട്ടില്ല. യു ക്യാൻ ഓൾവേസ് ഫീൽ ദാറ്റ് ദർ ഇസ് സംതിങ് ദർ ബിറ്റ്വീൻ യുവർ ലെഗ്സ്. നേരെ മറിച്ച് ഇഫ് ഇറ്റ് ഇസ് ടു സ്മോൾ ഫോർ യു എന്ന് വിചാരിക്കുക, അപ്പോഴെന്താ പറ്റുക? വാക്വം സീലൊക്കെ ഉണ്ടാവും, പക്ഷെ എന്നാലും ബിക്കോസ് ദ കനാൽ ഇസ് ബിഗർ ദാൻ ദ കപ്പ്, അത് താഴേക്ക് പതുക്കെ ഷിഫ്റ്റ് ആയി തുടങ്ങും. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്റ്റെം അല്ലെങ്കിൽ സ്റ്റോക്ക് നമുക്ക് അവിടെ ഇവിടെയൊക്കെ കുത്തിക്കൊള്ളായിട്ട് തോന്നും. സോ ദീസ് ആർ ദ ഡിസ്കംഫേർട്സ് യു വിൽ ഫീൽ ഇഫ് ഇറ്റ് ഇസ് നോട്ട് ദ റൈറ്റ് സൈസ്. നേരെ മറിച്ച് നമുക്ക് കറക്റ്റ് സൈസുള്ള കപ്പാണെങ്കിൽ the vacuum seal will also be correct in place. This will also be of the perfect position and the length there. നമുക്ക് അങ്ങനെ ഒരു സാധനം ഉള്ളിൽ ഉണ്ടെന്ന് പോലും നമ്മൾ അറിയില്ല. അത്ര കൺവീനിയൻറ്റും ആണ്, കംഫർട്ടബിൾ ആണ്. യു വോണ്ട് റിയലൈസ് നിങ്ങൾ തുമ്മിയാലും ചുമച്ചാലും യു കാൺ ഫീൽ യുവർ ക്ലോട്ട്സ് ഓർ ബ്ലഡ് കമ്മിങ് ഔട്ട്. ദർ ഇസ് നോ ചാൻസ് ഓഫ് ലീക്കേജ് ഓർ സ്റ്റെയിൻ ബിക്കോസ് ദറ്റ് വാക്യൂം സീൽ ഇസ് പക്ക റൈറ്റ് ഇൻ പ്ലേസ്, റൈറ്റ്? യു ക്യാൻ സ്വിം, dance, jog, cycle, do any physical activity you want. This will stay put inside you, provided it's the right size. Okay, right. ഈ മെഷർമെന്റിന് ഒരു ആവറേജ് വെജൈനൽ കനാൽ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എനിവെയർ ബിറ്റ്വീൻ 4.5 to ആവറേജ് അല്ല, ദ ആക്ച്വൽ സൈസ് ഓഫ് കനാൽ ഇസ് എനിവെയർ ബിറ്റ്വീൻ 4.5 to 8.5 to 9 centimeters. ചില സ്ത്രീകൾക്ക് ചിലപ്പോൾ 8-8.5 ഉണ്ടാവും, ചില സ്ത്രീകൾക്ക് ചിലപ്പോൾ 4 ഉണ്ടാവുള്ളൂ. ആവറേജ് ഇസ് യൂഷ്വലി 5.5 to 6. ഇത്രയാണ് സാധാരണ കാണുന്നത്. പക്ഷെ നമ്മുടെ ഓരോരുത്തരുടെ ശരീരം വ്യത്യാസമുണ്ട്, കറക്റ്റ്? അപ്പോൾ സാധാരണ ബ്രാൻഡുകൾ സൈസ് ചെയ്യണത് എങ്ങനെയാണ്? സ്മോൾ കപ്പ് എന്ന് പറയുന്നത് കല്യാണം കഴിക്കാത്ത കുട്ടികൾക്കാണ്. മീഡിയം കപ്പ് എന്ന് പറയുന്നത് കല്യാണം കഴിച്ച ആൾക്കാർ പക്ഷെ ഡെലിവറി ആവാത്ത കുട്ടികൾക്കാണ്. എന്നാൽ ലാർജ് സൈസ് ഒരു കുട്ടിയോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടായ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ലാർജ് സൈസ്. ദിസ് ഇസ് ഹൗ ആർബിട്രറിലി ദേ വിൽ ഡിവൈഡ് ദ മെഷർമെന്റ്സ്. പക്ഷേ ഇൻ റിയാലിറ്റി ഇറ്റ് ഇസ് നോട്ട് ട്രൂ. ഓക്കെ, അപ്പം കല്യാണം കഴിഞ്ഞു, രണ്ടും ഡെലിവറി ആയി, എന്നിട്ടും ദർ ആർ സം വിമൻ ഹു ഹാവ് സ്മോൾ വെജൈനൽ കനാൽസ്. അപ്പം അവർക്കൊക്കെ മീഡിയം സൈസ് ധാരാളമായിരിക്കും. എന്നാൽ ചിലർക്കുണ്ട്, ദേ ആർ അൺമാരിഡ്, ദേ ഹവ് നോട്ട് ഹാഡ് എ കിഡ് യെറ്റ്, പക്ഷെ അവർക്ക് ദെയർ പെൽവിസസ് മേ ബി ക്വൈറ്റ് ബിഗ്. ഇപ്പോൾ സ്മോൾ സൈസ് ഒരിക്കലും ഇറ്റ് വിൽ നോട്ട് സഫൈസ്. അവർക്ക് എങ്ങനെ വരും മീഡിയം? ആൻഡ് ദർ ആർ സം ഗേൾസ് ഹു കെൻ യൂസ് എ ലാർജ് കപ്പ്. Okay, so this is all based on a trial and error.
So generally what we say is, we have a rule called the knuckle rule test. Okay? Okay? Insert it into the vaginal cavity and see how far it can go. Suppose it is the first knuckle. Measure. You measure and see the scale. How many centimeters you're getting. If it's a second knuckle, measure with the scale and see. So if you get, let's say, 6 centimeters, I think 6.5 centimeters, you just, every brand will show you length is mentioned for every brand packaging that you buy. That their small size is 4 centimeters long. The big size is, large size is 7 centimeters long. I think medium size is 6 to 6.5 centimeters long. And all brand in the packaging is mentioned. All size length diameter. Okay. So once you use the knuckle rule test and you understand, okay, measurement ende vagina length length that is one way. Another thing that we suggest is go for a medium size. Medium size medium size if you feel that okay, it is not staying there in point, that means you know that this is small for you. Then you go up one size, use a large size, that will be your size there. So you buy a medium size. Let's say you're finding it a bit too tight inside you. Feeling. A foreign body sensation, then you know, okay, this is probably too big for you. You step down by one size, go use a small cup. Okay? So, arbitrary bench line, maybe you can start with a medium, and then depending on how you feel, you can go one size up or one size down. In you can use the knuckle rule test, see what is the measurement of the vaginal canal, and you can buy knuckle measurement. Measurement the size size cup you can choose. Okay. See, menstrual cup in there benefits right? You don't want to know, is there any disadvantage with the menstrual cup? Which is the biggest disadvantage? Minus point is the learning curve. Okay? It will take some practice. Right? Lucky women are there, the first time they buy a cup, it will be their perfect size. The first time they try using a cup, it will go in perfectly, it will stay in place. It's just like breastfeeding. Breastfeeding, there is nothing rocket science about it. But so many of us will face difficulties during the first week that we breastfeed the babies, right? A correct position, a correct angle place, a lot of ladies will get it right the first time they feed. Perfect. So, it will take a week to settle into it and for the baby to learn. Correct? That's a learning curve for the menstrual cup. So, we will cycle. ചിലപ്പോൾ രണ്ടാമത്തെ സൈക്കിൾ കഴിയുമ്പോഴായിരിക്കും നമുക്കൊരു നാക്ക് കിട്ടുക. ഓക്കെ, ഇതിനെ നമ്മൾ ഇങ്ങനെ മടക്കി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഓപ്പൺ ആവുന്നുണ്ട്. ഇതിനെ നമ്മൾ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് പുറത്തേക്ക് എടുക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് വരുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഈ സൈസ് ഇന്ന കപ്പ് ഇന്ന ഷേപ്പ് ആണെങ്കിൽ എനിക്കിത് പറ്റുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചിലപ്പോൾ ഒരു 1-2 കപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാലേ വി വിൽ ബി ഏബിൾ ടു ഡിറ്റർമിൻ നമുക്ക് പറ്റിയത് ഏതാണെന്ന്. ഞാൻ പറഞ്ഞില്ലേ, പല ബ്രാൻഡുകൾക്കും പല ടൈപ്പ് കപ്സ് ആണ്. Colors with some brands will have pink cups, some will have green, some will have white, some may have lavender. Pala colors likittu. Idinte shape some cups are like this. Okay, you have a stem. Chela cups stem undavilla. Pagaram oru motta irikku undava. Allengi oru ring matram. And chela cup chilappo adu undayilla ennu varum. Okay, so in a cup in a shape aanu nallathu ennu orikkalum namukku parayan pattilla. It will depend on your preference. Just like sanitary pads, some people prefer wings, some people they'll prefer extra length pads, some people will just stick to normal length pads, right? അതേപോലെ തന്നെ കപ്പിന്റെ സൈസ്, കപ്പിന്റെ ഷേപ്പ്, ഈ സ്റ്റെമ്മിന്റെ ലെങ്ത് എത്രത്തോളം വേണം, all this will depend on individual preferences. Okay, so you will have to buy maybe 1 or 2 cups before you can find the ideal one of your choice, or you may be one of those lucky few who gets it right the first time itself. Okay, so ഇതിന്റെ ഒരു ബുദ്ധിമുട്ട്, ആകെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഇത് പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. ജസ്റ്റ് ലൈക്ക് നമ്മൾ കോൺടാക്ട് ലെൻസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ടേക്ക് എ കപ്പിൾ ഓഫ് ട്രൈസ്
ബിഫോർ യു ബിക്കം പെർഫെക്റ്റ് ഇൻ ഇറ്റ്. അപ്പം ആ ഒരു പേഷ്യൻസ് വെക്കേണ്ടി വരും. ഇപ്പം ചില ആൾക്കാർ വോട്ട് ഡു ഇസ് ആദ്യത്തെ 2 ദിവസം ട്രൈ ചെയ്തു, പറ്റുന്നില്ല, അത് എവിടെയെങ്കിലും മൂലയ്ക്ക് പിന്നെ ആക്കി വെക്കും. Then they may not bother, they'll still continue using sanitary pads. പക്ഷേ once you get this right, then this is a game changer. It'll change your life for sure. കാരണം പിന്നെ നമുക്ക് പീരിയഡ്സിൻ്റെ സമയമാണ് എന്ന് തന്നെ നമ്മൾ മറന്നു എന്ന് വരും ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ. ബിക്കോസ് നമുക്കൊന്നും അറിയില്ല. You don't have to worry about wetness, skin rashes, disposal. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടാവില്ല. It will become like any normal day in your life. So that is one of the major minus points to learn how to use this and to get your right size. ആ ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് നമ്മളെല്ലാവരും ചെയ്യാൻ റെഡി ആണെങ്കിൽ then you're done. അടുത്ത 10 വർഷത്തേക്ക് പിന്നെ നോക്കുക വേണ്ടല്ലോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഒരു 7 hours അല്ലെങ്കിൽ 8 hours, അതിനപ്പുറം നമ്മൾ ആരും പോവാറില്ല. അപ്പം തന്നെ ദിസ് വിൽ ഓൺലി റീച്ച് 3/4 or maybe half. ഓക്കെ, നമ്മൾ 24 hours ഒക്കെ വെക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടം വരെയൊക്കെ എത്തുന്നത്. ബ്ലീഡിങ് കൂടുതലുള്ളവർക്കാണെങ്കിലും ബ്ലീഡിങ് കൂടുതലുള്ളവർക്കാണെങ്കിൽ ദേ വിൽ നോട്ട് വെയിറ്റ് till 8 hours. ഇപ്പോൾ 6 hours ആകുമ്പോൾ തന്നെ ദേ വിൽ റിമൂവ് ദ കപ്പ്. അപ്പം അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇതിനെ ഇങ്ങനെയല്ലല്ലോ അമർത്തുന്നത്. നമ്മൾ നമ്മുടെ വിരലിനെ ഈ റിം വരെ കയറ്റുന്നില്ലല്ലോ, നമ്മൾ മാക്സിമം ഇത്രത്തോളം നമ്മൾ എത്തുന്നുള്ളൂ. അപ്പം നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് ഇതിനെ ടഗ് ചെയ്താൽ തന്നെ അത് ഓവർഫ്ലോ ആവില്ല, അതിന് മാത്രം എത്തില്ല അവിടെ. 24 hours ഒക്കെ ആണെങ്കിൽ എന്തായാലും എത്തും കേട്ടോ, കാരണം എനിക്ക് പറ്റിയിട്ടുണ്ട്. There were times where ഞാൻ മറന്നുപോയി എൻ്റെ ഉള്ളിൽ ഒരു സാധനമുണ്ട്, അത് മാറ്റണം എന്നുള്ളത്. ആസ് യൂഷ്വൽ ജോലി കഴിഞ്ഞ് വന്നു, യൂഷ്വലി ഇറ്റ്സ് ഈസിയർ ടു റിമൂവ് ആൻഡ് പ്ലേസ് ഇറ്റ് വെൻ യു ആർ ഇൻ ദ ഷവർ ഫോർ സം പീപ്പിൾ. അപ്പോൾ സാധാരണ വൈകുന്നേരത്തെ ഷവർ ചെയ്യുമ്പോഴാണ് നമ്മൾ സെക്കൻഡ് ടൈം മാറ്റുക. ബട്ട് ദർ ഹാവ് ബീൻ ഇൻസ്റ്റൻസ് വെർ ഐ ഹാവ് ഫർഗോട്ടൺ ദാറ്റ് ഇത് ചേഞ്ച് ചെയ്യാൻ മറന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ ഇട്ടു, പിറ്റേ ദിവസം രാവിലെയാണ് എടുത്ത് മാറ്റുന്നത്. ആ സമയത്ത് definitely this will be till the rim because 24 hours it's collecting blood, right? So angane varumbo there is a chance. But if you actually change the cup, let's say by 6 hours, if you have a heavy flow, or if it's like a medium moderate flow aanu 8 hours okke aayittu ningal maatiyalum anganeyulla spillage undavilla. Illa. See, that you can't assess because, see, just because a person is heavily built may not be, it's not necessary that their vaginal canal should be equally long. Okay? They might have, let's say, an average 5 centimeter or 5.5 centimeters. അപ്പോൾ അവർക്ക് ലാർജ് സൈസിന് ആവശ്യം വരുന്നില്ല, ബിക്കോസ് ലാർജ് സൈസ് ഇസ് ലൈക്ക് 6.5 centimeters ലോങ് ഒക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് മീഡിയം സൈസ് ധാരാളമാണ്. സോ ദാറ്റ്സ് വാട്ട് ഐ ആം സെയിങ്. നമ്മുടെ ഡ്രസ്സിന്റെ സൈസോ അല്ലെങ്കിൽ ശരീരത്തിന്റെ സൈസ് വെച്ച് മാത്രം യു ക്യാൻ നോട്ട് compare and then judge whether this size is apt for you or not. But either you can do the knuckle rule test, but in case if you don't want to insert your finger, measure it and then take it, then you just have to, just take a chance and buy a medium size. And then either you go one size up or you go one size down. It is easier than starting with from the large size or from a small size. Like as you can see, this is large, this is medium and this is small. കൂടുതൽ ഡിഫറൻസ് വരുന്നത് ഈ ലെങ്ത്തിലാണ്, മോർ ദാൻ ദ സർക്കംഫറൻസ്. സോ ഫ്ലോ കൂടുതലുള്ളവർക്ക് ലാർജ് ആണെങ്കിലും യൂസ് ചെയ്യാം, സ്റ്റുഡൻസ് ആണെങ്കിലും. ഫ്ലോ കുറച്ചുള്ളവർക്ക് മീഡിയം ആണെങ്കിലും മതിയാവും. സോ ഇറ്റ് ഡസൻ റിയലി മാറ്റർ മച്ച് സൈസിൻ്റെ. സോ നമ്മൾ പറയുന്നത് ഫസ്റ്റ് മീഡിയം ട്രൈ ചെയ്യുക. മീഡിയത്തിൽ കംഫർട്ടായിട്ട് തോന്നുന്നില്ല, ഓവർഫ്ലോ പെട്ടെന്ന് വരുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ സ്വിച്ച് ടു ലാർജ്.